ക്ലാസ്സുകൾ കറക്റ്റ് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യും, യൂട്യൂബ് വഴിയുള്ള ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് കാണും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു കണ്ടീഷൻ, നമുക്ക് കേസസ് എന്നാണ് നമ്മൾ കമ്മ്യൂണിറ്റി പറഞ്ഞത് അല്ലെ, കമ്മ്യൂണിറ്റിയിൽ കേസസ് എന്നാണ് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 10-30 കേസുകൾ പഠിക്കാനുണ്ട്. അതിൽ കുറച്ച് കേസുകൾ വളരെ സിമ്പിൾ ആയിട്ട് വൺ വേർഡിൽ പഠിച്ചു തീർക്കാം, പക്ഷെ ചില കേസുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ടി ബി ആണ് അല്ലെ. ടി ബി ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിന്റെ പേരെന്താണ്? മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലേസ് അല്ലെ. അപ്പൊ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലേയും മൈക്രോബാക്ടീരിയം ലെപ്രയും കേട്ടോ, രണ്ടും ചേട്ടൻ അനിയന്മാരെന്നുള്ള രീതിയിൽ വേണം പഠിക്കാൻ കേട്ടോ. അതിൽ മൈക്രോബാക്ടീരിയം ലെപ്ര എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻക്യുബേഷൻ പീരീഡ് ഉള്ള ഒരു അസുഖമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഇൻക്യുബേഷൻ പീരീഡ് അല്ലെ, 5 മുതൽ 10 വർഷമൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് എടുക്കുന്ന ഒരു ഓർഗാനിസമാണ് മൈക്രോബാക്ടീരിയം ലെപ്ര അല്ലെ. ഒരു മൈക്രോബാക്ടീരിയം ലെപ്ര ബൈനറി ഫിഷനിലൂടെ 2 മൈക്രോബാക്ടീരിയം ലെപ്ര ആവണമെങ്കിൽ തന്നെ ഏകദേശം എന്ത് ചെയ്യുന്നു, 10-20 ദിവസം എടുക്കും കേട്ടോ. അതുപോലെ ഈ ടി ബി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്, ഓൾറെഡി നമ്മൾ മൈക്രോബയോളജിയിൽ പഠിപ്പിച്ചു വിട്ടതാണ്. ടി ബി അല്ലെ, ടി ബി എന്ന് പറയുന്ന ബൈനറി ഫിഷൻ എടുക്കാൻ ഏകദേശം 12 മണിക്കൂറാണ് ടി ബിക്ക് എടുക്കുന്നത് കേട്ടോ. 12 മുതൽ 14 മണിക്കൂറാണ് ടി ബി എന്ത് ചെയ്യുന്നത്, ജനറേഷൻ ടൈം ആയിട്ട് വരുന്നത് അല്ലെ. അതായത് ഒരു ബൈനറി ഫിഷനിലൂടെ അല്ലെ ഒരു ടി ബിയിൽ നിന്ന് മറ്റൊരു ടി ബിയിലോട്ട് മാറുന്നു അല്ലെ. അതായത് മൈക്രോബൈനിയം ട്യൂബർക്കുലം മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന സമയം 12 മണിക്കൂർ. ഓക്കെ, അപ്പൊ അത് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഡി എച്ച് എസ് ചോദിച്ചാണ്. നമുക്ക് ഡി എച്ച് എസ് നമ്മൾ ഓൾറെഡി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പോയിന്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലെ ഏത് സ്പീഷീസ് ആണെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഏത് സ്പീഷീസ് ആണെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം കേട്ടോ. കമ്മ്യൂണിറ്റിയിൽ ഏത് സ്പീഷീസ് ആണെന്ന് ചോദിച്ചാൽ ഗ്രാം പോസിറ്റീവ് കേട്ടോ. ഇറ്റ് ഈസ് ആൻ ആസിഡ് ഫാസ്റ്റ് ബാസിലെ കേട്ടോ. ഇറ്റ് ഈസ് ആൻ ആസിഡ് ഫാസ്റ്റ് ബാസിലയുടെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ടി ബി. അതുപോലെ ഇറ്റ് ഈസ് എ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ കേട്ടോ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. ഓക്കെ, ഇനി ആസിഡ് ഫാസ്റ്റ് അറിഞ്ഞൂടാത്തവര് മാത്രം നോട്ടിനകത്ത് ആസിഡ് ഫാസ്റ്റ് എന്ന് എഴുതിയാൽ മതി, അല്ലാത്തവർ ഒന്നും എഴുതാനില്ല പോയിന്റ്. ഓക്കെ, അതുപോലെ റോഡ് ഷേപ്പ്ഡും അറിഞ്ഞൂടാത്ത റോഡ് ഷേപ്പ്ഡ് എഴുതിക്കോ, ബാസിലസിന്റെ ഷേപ്പ് റോഡാണ്. ഇല്ലെങ്കിൽ നമ്മൾ മൈക്രോബയോളജി പഠിക്കുമ്പോൾ ഓരോ ബാക്ടീരിയയുടെ ഇങ്ങനെ ഷേപ്പുകൾ നമ്മൾ പഠിച്ചു വരും കേട്ടോ. അടുത്ത നിങ്ങൾക്ക് റെഡിങ്ങിൽ എഴുതാനുള്ളതാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ മറ്റൊരു പേര് അല്ലെ. എന്താണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ മറ്റൊരു പേര്? അറിയാവുന്നവർ പറഞ്ഞേ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ മറ്റൊരു പേര് എന്താണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ മറ്റൊരു പേര് പരീക്ഷ പോയിന്റ് ആണ്. പറഞ്ഞു, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഇൻ ടി വിയുടെ മറ്റൊരു പേര് വിളിക്കും. എന്താണത്? ഏതാണ് ആ പേര്? പറഞ്ഞോ, അറിയാവുന്നവർ പറഞ്ഞോ. സ്റ്റീൽ നിൽസൺ സ്റ്റെയിനിങ്. സ്റ്റീൽ നിൽസൺ സ്റ്റെയിനിങ് കേട്ടോ. SIL സ്റ്റീൽ നിൽസൺ സ്റ്റെയിനിങ് കേട്ടോ. സ്റ്റീൽ നിൽസൺ സ്റ്റെയിനിങ്. ഓക്കെ, അപ്പം സാധാരണ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത് എന്ത് വെച്ചാലാണ്? ഗ്രാം സ്റ്റെയിനിങ് അല്ലെ. ഗ്രാം സ്റ്റെയിനിങ് ഉണ്ട്, അതിന് ഡിഫറെന്റ് ടൈപ്സ് ഗ്രാം സ്റ്റെയിനിങ് ഒക്കെ ഉണ്ട്. മൈക്രോബയോളജിയുടെ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഈ സ്റ്റീൽ നിൽസൺ അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അറിയാമോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെയിനിന്റെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാമോ? എന്ത് സ്റ്റെയിൻ ആണ്? ബാക്ടീരിയ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ അല്ലെ നോക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയിനിങ് നോക്കുന്നത് അല്ലെ, ഒരു കളർ കൗണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റീൽ നിൽസൺ ഉപയോഗിക്കുന്ന സ്റ്റെയിനിന്റെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാമോ? പരീക്ഷ പോയിന്റ് ആണ്, റെഡിങ് കൊണ്ട് എഴുതുന്നതാണ്. സ്റ്റെയിനിന്റെ പേരറിയാമോ? സ്റ്റെയിനിന്റെ പേരറിയാമോ? ഏതാണ്? മൈക്കോളിക് ആസിഡ് കേട്ടോ. മൈക്കോളിക് ആസിഡ് സ്റ്റെയിനിങ് കേട്ടോ. അതും നമുക്ക് പരീക്ഷ പോയിന്റ് ആണ്, ഇമ്പോർട്ടൻസ് പരീക്ഷ പോയിന്റ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ഗ്രാം പോസിറ്റീവ് അറിഞ്ഞൂടാത്തവർ എഴുതി വെക്കണം, കാരണം ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ആണ്. ടി ബി ഈസ് പോസിറ്റീവ് കേട്ടോ. മാൻഡോസ്പെസ്റ്റിസ് പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഈസ് പോസിറ്റീവ്. അങ്ങനെ വേണം ഓർത്ത് വെക്കാൻ കേട്ടോ. ആസിഡ് ഫാസ്റ്റ് ബാസിലെ അറിയാമെങ്കിൽ എഴുതണ്ട, റോഡ് ഷേപ്പ്ഡ് അറിഞ്ഞൂടാത്തവർ എഴുതുക, കാരണം അറിയാമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് തെറ്റിപ്പോകും കേട്ടോ. അതുപോലെ സ്റ്റീൽ നിൽസൺ സ്റ്റെയിനിങ് എന്നാണ് ഇതിന് പറയുന്നത്. അതും അറിയാവുന്നവർ വെറുതെ നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തെറ്റത്തില്ല, ഉറപ്പാണ് അല്ല, വർഷങ്ങളായിട്ട് പഠിച്ചു വരുന്നതാണ് സ്റ്റീൽ നിൽസൺ സ്റ്റെയിനിങ്. ഓക്കെ, മൈക്കോളിക് ആസിഡ് സ്റ്റെയിനിങ് എന്ന അതർ നെയിം ഉണ്ട്, അത് അറിഞ്ഞൂടാത്തവർ എഴുതി വെക്കണം കേട്ടോ. മൈക്കോളിക് ആസിഡ് സ്റ്റെയിനിങ്. ഓക്കെ, അപ്പൊ മൈക്കോളിക് ആസിഡ് സ്റ്റെയിനിങ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന കോട്സ് ഫിനോമിന കേട്ടോ. കോട്സ് ഫിനോമിന. ഓക്കെ, കോട്സ് ഫിനോമിന എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇത് ഡിസ്ക്രൈബ് ചെയ്ത ആരാണെന്ന് അറിയാമോ? ഇത് ഡിസ്ക്രൈബ് ചെയ്ത ആരാണെന്ന് അറിയാമോ?
കോച്ച് ഫിനോമിന ഡിസ്ക്രൈബ്ഡ് ബൈ റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ച് ആണ് കോക്സ് ഫിനോ അല്ല. റോബർട്ട് കോച്ച് ആരാണ്? റോബർട്ട് കോച്ച് ആരാണ്? റോബർട്ട് കോച്ച് ആരാണ്? ഉം. റോബർട്ട് കോച്ച് ആരാണ്? ഉം. റോബർട്ട് കോച്ച് ആരാണ്? ഉം. റോബർട്ട് കോച്ച് ആരാണ്? ഫാദർ ഓഫ് അല്ല, ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ റോബർട്ട് കോച്ചിന്റെ കോക്സ് ഫിനോമിന. ഓക്കെ. ഇനി ടി ബിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ബാരോമീറ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ കേട്ടോ. ബാരോമീറ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ അല്ല. അപ്പൊ നല്ല സൊസൈറ്റി ആണെങ്കിൽ ടി ബി കുറവായിരിക്കും അല്ലെ. ടി ബി കേസുകൾ കുറവായിരിക്കും അല്ലെ. സൊസൈറ്റി കൊള്ളത്തില്ല അല്ലെ. ക്രൗഡഡ് ഏരിയ ആണ്, ഇപ്പൊ ലക്ഷം വീട് അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല അല്ലെ. ക്രൗഡഡ് ഏരിയ ആണ്, സ്ലം ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് റിസ്ക് ഫോർ എന്താണ് ടി ബി അല്ലെ. ടി ബി വരാനുള്ള ഇപ്പൊ ക്രൗഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ടി ബി എന്ത് ചെയ്യും, പകരം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ബാരോമീറ്റർ സോഷ്യൽ വെൽഫെയർ എന്നാണ് നമ്മൾ ടി ബിയെ വിളിക്കുന്നത് അല്ലെ. അതുപോലെ നമ്മൾ മൈക്രോ ബാക്ടീരിയം ലെപ്രസി നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മൈക്രോ ബാക്ടീരിയം ലെപ്രസിക്ക് പറയുന്ന പേരെന്താണ്? ലെപ്രസിക്ക് പറയുന്ന പേരെന്താണ്? മൈക്രോ ബാക്ടീരിയം ലെപ്രസിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ബാരോമീറ്റർ ഓഫ് ഹാൻസേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ ബാരോമീറ്റർ ഓഫ് സോഷ്യൽ സ്റ്റിഗ്മ കേട്ടോ. സോഷ്യൽ സ്റ്റിഗ്മ രണ്ടും തമ്മിൽ മറന്ന് പോകരുത് കേട്ടോ. അപ്പൊ ബാരോമീറ്റർ ഓഫ് സോഷ്യൽ സ്റ്റിഗ്മ ആൻഡ് ബാരോമീറ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ. ഹാൻസേഴ്സ് ഡിസീസ് എന്നാണ് നമ്മൾ ലെപ്രസിയെ വിളിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ടി ബിക്ക് വേറെ, ഡിസീസിന് വേറെ പേരൊന്നുമില്ല. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ പോയിന്റ്. ഓക്കെ ആണല്ലോ. പരീക്ഷ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നമ്മൾ കടക്കുന്നു. ടി ബിയുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടി ബി കേട്ടോ. ടി ബിയുടെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ. അപ്പൊ ടി ബിയെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള ടി ബി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പൾമിനറി ടി ബി ആൻഡ് എക്സ്ട്രാ പൾമിനറി ടി ബി കേട്ടോ. അപ്പൊ നമ്മള് പൾമിനറി ടി ബി എന്താണ്, ലങ്സിനെ ബാധിക്കുന്നു. എക്സ്ട്രാ പൾമിനറി ടി ബി എന്തിനെ ബാധിക്കുന്നു, മറ്റ് ഓർഗൻസിനെ ബാധിക്കും കേട്ടോ. എഴുതാനൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു വെച്ചേക്കണം, പോട്സ് ഡിസീസും പോട്സ് ഫ്രാക്ചറും. പോട്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആൻഡ് പോട്ട് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞോളൂ. പോട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ബി എവിടെ അഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പോട്ട് ഡിസീസ് എന്ന് പറയുന്നത്? സ്പൈനിൽ അല്ലെ. ടി ബി ഓൺ സ്പൈൻ കേട്ടോ. അത് നമുക്ക് പരീക്ഷ പോയിന്റ് ആണ്. പരീക്ഷ പോയിന്റ്, എക്സാം പോയിന്റ് കേട്ടോ. എക്സാം പോയിന്റ് ആണ് പരീക്ഷ പോയിന്റ്. ഓക്കെ. പോട്സ് ഫ്രാക്ചർ എന്താണ്? പോട്സ് ഫ്രാക്ചർ എന്താണ്? പറഞ്ഞോളൂ. പോട്സ് ഫ്രാക്ചർ ആംഗിള് അല്ലെ. ഏത് ബോണാണ്? ഫിബുല അല്ലെ. ഫിബുല ബോണിന് ഫ്രാക്ചർ അല്ലെ. ഫിബുല. ഓക്കെ. അപ്പൊ സ്പൈനും ഫിബുലൻ ഓർത്ത് വെക്കണം കേട്ടോ. സ്പൈനിൽ ടി ബി ബാധിച്ചാൽ പോട്സ് ഡിസീസും, ഫിബുലയിൽ ടി ബി ബാധിച്ചാൽ ദാറ്റ് ഈസ് നോൺ ആസ് പോട്സ് കേട്ടോ. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ഫോർ ദ എക്സാമിന്റെ പോയിന്റ് ആണ്. അറിഞ്ഞുകൂടാത്തവർ നോട്ട് ചെയ്യണം. അറിയാവുന്നവർ വെറുതെ നോട്ട് എഴുതി നിറയ്ക്കരുത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്തേര്, നോ പ്രോബ്ലം കേട്ടോ. എനിവേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ഓർമ്മ വരും. വെറുതെ നോട്ട് എഴുതി, നമുക്ക് നോട്ട് എഴുതുന്നത് എന്തിനാണ്, പുതിയതും നല്ല പോയിന്റുകളും നമുക്ക് പഠിച്ചെടുക്കാനാണ്. ഓക്കെ. എനിവേ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ടി ബി അല്ലെ. ടി ബി ഓർഗാനിസം എന്താണ്, 24 മണിക്കൂർ വരെ എന്ത് ചെയ്യും? 24 മണിക്കൂർ വരെ എയറിലും ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ആയിട്ട് 10 ദിവസം എന്ത് ചെയ്യും അല്ലെ, ഇത് ലീവ് ചെയ്യും, സർവൈവ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതിന്റെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? എയർ ആൻഡ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ അല്ലെ. അപ്പൊ എയർ എന്ന് പറയുന്നത് ഏത് ട്രാൻസ്മിഷൻ ആണ്? ഇൻഡയറക്റ്റ് അല്ലെ. പ്ലസ് ആൻഡ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ എന്ന് പറയുന്നത് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ അല്ലെ. ടി ബിക്ക് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്, നോൺ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ട് അല്ലെ. എയർ എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിലൂടെ ട്രാൻസ്മിഷൻ, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ അല്ലെ. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി ടച്ച് ആവുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? സലൈവ അല്ലെ. സലൈവ പോയി മറ്റു പേഷ്യൻ അല്ലെ. അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്ക് പറയുന്നത്, എയർ ആൻഡ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ അല്ലെ. എയർ ആൻഡ് ഡ്രോപ്ലെറ്റ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ടി ബി പേഷ്യൻസിന് അല്ലെ, ആക്റ്റീവായിട്ട് ടി ബി ഡിസീസ് ഉണ്ടെങ്കിൽ സർജിക്കൽ മാസ്ക് ആണ് വെച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്, കൊറോണ വന്നാൽ
നമ്മൾ സർജിക്കൽ മാസ്ക്. കൊറോണ വരാതിരുന്ന N95 മാസ്ക്. അത് തന്നെയാണ് ഇവിടെ TB ഹെൽത്ത് കെയർ സെറ്റിംഗിൽ ഹെൽത്ത് കെയർ വർക്കർ N95 മാസ്കും TB പേഷ്യന്റ് സർജിക്കൽ മാസ്ക്. അതുപോലെ കൊറോണ വന്ന പേഷ്യന്റിന് കൊറോണ ആയിട്ട് അഡ്മിറ്റ് കിടക്കുന്ന പേഷ്യന്റിന് എന്താണ് കൊടുക്കേണ്ടത്? ബൈ സർജിക്കൽ മാസ്ക്. അത് കെയർ ചെയ്യുന്ന നേഴ്സിനാണ് എന്ത് വേണ്ടത്? N95 മാസ്ക്. അപ്പൊ അതും ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. എനിവേ എഴുതണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഇപ്പൊ 3 ഫീറ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ TB പേഷ്യൻസിൽ നിന്നുള്ള അകലം പാലിക്കേണ്ടത്. അതായത് 0.2 to 0.4 മൈക്രോൺസ് വരെയുള്ള. ഓക്കെ, എനിവേ 50% ആൾക്കാരും ഡെത്ത് ആവും. 50% ആൾക്കാർ 50% ആൾക്കാർക്ക് ഡിസീസ് വന്നാൽ അതിൽ 25% പേർക്ക് ക്യൂർ ആവുകയും 25% പേര് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻസ് ഫോർ ദ നാഷണൽ TB ഡേ അല്ലെ, നാഷണൽ ട്യൂബർക്ലോസിസ് ഡേ എന്നാണ് March 24. മറക്കരുത് കേട്ടോ, March 24 കേട്ടോ. അപ്പൊ അതിന്റെ പേര് മാറ്റി. ഇപ്പൊ പുതിയ പേരെന്താണ്? നാഷണൽ ട്യൂബർക്ലോസിസ് ഡേയുടെ പുതിയ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാമോ? നാഷണൽ ട്യൂബർക്ലോസിസ് ഡേയുടെ മറ്റൊരു പേര് എന്താണ്? വെരി ഗുഡ്, നിക്ഷയ് ഡേ കേട്ടോ. നിക്ഷയ് ഡേ. ഓക്കെ, നിക്ഷയ് ഡേ കേട്ടോ. നിക്ഷയ് ഡേ എന്നാണ് നമ്മൾ പറയുന്നത്. നിക്ഷയ് കേട്ടോ. ചില പരീക്ഷയ്ക്ക് സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കാറുണ്ട്. നോസെറ്റ് പരീക്ഷയ്ക്ക് ലോഗോ ചോദിക്കാറുണ്ട് കേട്ടോ. ലോഗോ ഒക്കെ നോസെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ പറയാനുള്ള പോയിന്റ്, പൾമണറി ട്യൂബിൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല, എക്സ്ട്രാ പൾമണറി ട്യൂബിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാനില്ല. ഇവിടെ നമുക്ക് എഴുതാനുള്ള സ്പൈൻ TB പോട്സ് ഡിസീസ് ആൻഡ് ടിബിയ ഫ്രാക്ചറിസ് പോട്സ് ഫ്രാക്ചർ, 2 പോയിന്റ് കേട്ടോ. ഇനി ഇവിടെ ഒന്നും എഴുതാനില്ല. 24 ഇസ് നാഷണൽ ട്യൂബർകുലോസിസ് ഡേ. നെക്സ്റ്റ് എഴുതാനുള്ള പോയിന്റ് March 24ന്റെ മറ്റൊരു പേര് നിക്ഷയ്. ഓക്കെ, ക്ലിയർ ആണോ? എഴുതിയോ? എഴുതിയല്ലോ? അടുത്ത സ്ലൈഡിലോട്ട് പോട്ടെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, TBക്ക് 4 ടൈപ്സ് ഓഫ് TB ഉണ്ട് കേട്ടോ. 4 ടൈപ്സ് ഓഫ് TB നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റി പഠിച്ചതാണ്. ലേറ്റന്റ് പീരീഡ് ഓഫ് TB എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ എൻ്റർ ആയി ഡിസീസ് വന്നു അല്ലെ, ഡിസീസ് ഇനിഷ്യേഷൻ മുതൽ ഡിസീസ് ഡിറ്റക്ഷൻ വരെയുള്ള ടൈമാണ് എന്ന് പറയുന്നത് ലേറ്റന്റ് TB. ലേറ്റന്റ് TB എന്ന് പറയുന്നത്. പ്രൈമറി TB എന്ന് പറഞ്ഞാൽ ലങ്സിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. പ്രൈമറി ട്യൂബർകുലോസിസ് എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഇൻ ദ ലങ്സ് ആൻഡ് മൾട്ടിപ്ലൈങ് ബട്ട് ഡു നോട്ട് എൻ്റർ ഇൻ ദ സെക്രീഷൻ കേട്ടോ. അതായത് നമ്മുടെ സലൈവ സ്പ്യൂട്ടത്തിലൊന്നും എന്തില്ല, സ്പ്യൂട്ടം നെഗറ്റീവ് ആയിട്ടുള്ള TBസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൈമറി TB അല്ലെ. ചെസ്റ്റ് എക്സ്റേ ഇസ് പോസിറ്റീവ്. ചെസ്റ്റ് എക്സ്റേ നോക്കുമ്പോൾ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് കാണുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു തിക്നെസ് കാണുന്നു. പക്ഷേ സ്പ്യൂട്ടം എടുക്കുമ്പോൾ ഇറ്റ് ഈസ് എന്താണ്? നെഗറ്റീവ്. ആക്റ്റീവ് TBയിലാണ് എക്സ്റേയും സ്പ്യൂട്ടവും മാൻഡോസ് ടെസ്റ്റും എല്ലാം പോസിറ്റീവ്. പേഷ്യന്റ് ഈസ് അണ്ടർ ഇൻഫെക്ഷൻ കേട്ടോ. ആക്റ്റീവ് ട്യൂബർകുലോസിസ് പേഷ്യന്റിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഐസൊലേറ്റ് ചെയ്താൽ മതി കേട്ടോ. ആക്റ്റീവ് ട്യൂബർകുലോസിസ് ഉള്ള പേഷ്യന്റിനെ മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം അല്ല. അപ്പൊ പോസിറ്റീവ് റൂമിലാണോ ഐസൊലേറ്റ് ചെയ്യേണ്ടത്? നെഗറ്റീവ് റൂമിലാണ് ഐസൊലേഷൻ ചെയ്യുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ ഉള്ള റൂം, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എയർ സർക്കുലേഷൻ കുറഞ്ഞ റൂം അല്ലെ. ഏതിലാണ് ഏത് ഐസൊലേഷൻ ആണ് കൊടുക്കേണ്ടത് TB പേഷ്യൻസിന്? പോസിറ്റീവ് കേട്ടോ. പോസിറ്റീവ് നല്ല എയർ സർക്കുലേഷൻ ഉള്ള റൂമിൽ കൊടുക്കും കേട്ടോ. കാരണം കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ എയറിലൂടെ എന്ത് ചെയ്യും? അത് പൊയ്ക്കോളും കേട്ടോ. മൂവ് ആയി പൊയ്ക്കോളും അല്ലെ. ജനാല വഴിയൊക്കെ പൊയ്ക്കോളും. ഓക്കെ. എനിവേ ആക്റ്റീവ് TBയിൽ നമ്മൾ പോസിറ്റീവ് എന്താണ്? ഐസൊലേഷൻ ആണ് കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ പൾമണറി മറ്റ് ഇതിൽ ബാധിക്കും. ഓക്കെ, ഇപ്പൊ 4 സ്റ്റേജുകളാണ്. നിങ്ങൾക്ക് എഴുതാനുള്ള പോയിന്റ് പറഞ്ഞുതരാം. ലേറ്റന്റ് TB ഡിസീസ് ഇനിഷ്യേഷൻ ടു ഡിസീസ് ഡിറ്റക്ഷൻ. ലേറ്റന്റ് പീരീഡ് പഠിച്ചവർക്ക് എഴുതേണ്ട ആവശ്യം ഇല്ല. പ്രൈമറി TB എഴുതണം. പ്രൈമറി TBയിൽ സ്പ്യൂട്ടം ആബ്സെന്റ്. സ്പ്യൂട്ടത്തിൽ എന്തില്ല? ഓർഗാനിസം ഇല്ല, പക്ഷേ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈ ഇൻ ദ ലങ്സ്. ഓക്കെ, ആക്റ്റീവ് TBയിൽ സ്പ്യൂട്ടവും ചെസ്റ്റ് എക്സ്റേ എല്ലാം പോസിറ്റീവ് ആവുന്നതാണ് കേട്ടോ. ഈ 2 പോയിന്റ് ആണ് നമുക്ക് എഴുതാനുള്ള പോയിന്റ്. ആക്റ്റീവ് TB നീഡ് പേഷ്യന്റ് പോസിറ്റീവ് ഐസൊലേഷൻ. പേഷ്യന്റിനെ പോസിറ്റീവായിട്ട് ഐസൊലേഷൻ ചെയ്യേണ്ടത് എവിടെയാണ്? ആക്റ്റീവ് ട്യൂബർകുലോസിസ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ?
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആർ യു ഓക്കെ? മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണോ? കാര്യങ്ങൾ പിടികിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, നമുക്ക് ഇവിടെ എഴുതാനൊന്നുമില്ല, വലുതായിട്ട് എഴുതാനൊന്നും കേട്ടോ. അതായത് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതൊന്നും എഴുതണ്ട, അത്രയും നമ്മൾ കാര്യമായിട്ടൊന്നും എഴുതണ്ട. ലേറ്റന്റ് ടി ബി എന്ന് പറഞ്ഞാൽ ലേറ്റന്റ് പീരീഡ് ഓഫ് ഡിസീസ് എന്താണെന്നാണ് കമ്മ്യൂണിറ്റി പഠിപ്പിച്ച. മറന്നുപോയോ? ലേറ്റന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉം. അതായത് മൈക്രോ ഓർഗാനിസം എൻ്റർ ഇൻ ടു ദ ബോഡി ആൻഡ് മൾട്ടിപ്ലൈ, അല്ലെ, ടു ഡിസീസ് ഇനിഷിയേഷൻ ടു ഡിസീസ് ഡിറ്റക്ഷൻ, അല്ലെ. അസുഖം തുടങ്ങി നമ്മൾ അത് കണ്ടുപിടിക്കുന്നവരെയുള്ള സമയത്തെയാണ് എന്തെന്ന് പറയുന്നത് ലേറ്റന്റ്. അതായത് ടി ബി പേഷ്യന്റിന് വരണമെങ്കിൽ വർഷങ്ങൾ എടുക്കും, അല്ലെ. ഇപ്പൊ ഇന്ന് വൈകിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ 10 ടി ബി ഓർഗാൻസ് നമ്മുടെ ലങ്സിനകത്ത് കെയർ ചെയ്യുന്ന വെച്ചോ കേട്ടോ. എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഒന്നും നമുക്ക് ടി ബി വരത്തില്ല. അവിടെ എന്ത് ചെയ്യും? അവർ പതുക്കെ പോയി ലങ്സിനകത്ത് പോയി കൂട് കൂട്ടും കേട്ടോ. അവർ ലങ്സിനകത്ത് പോയി കൂട് കൂട്ടും. ഓക്കെ. പതുക്കെ 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 വർഷങ്ങൾ എടുക്കും, ചിലപ്പോൾ 5 വർഷമൊക്കെ എടുക്കും. എപ്പോഴാണ് നമുക്ക് ഡയബറ്റീസ്, അല്ലെ, നമുക്ക് എപ്പോഴാണോ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് വരുന്നത്, അല്ലെ, ഫുഡൊന്നും കഴിക്കുന്നില്ല, അല്ലെ, പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാതെ മെലിഞ്ഞൊക്കെ വരുന്നൊക്കെ സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ WBC, അല്ലെ, യുടെ അളവ് ശരീരത്തിൽ കുറയുന്ന സമയത്ത് ഇത് വന്ന് അറ്റാക്ക് കേട്ടോ. ഓക്കെ. അതാണ് എന്തെന്ന് പറയുന്നത് ലേറ്റന്റ് പീരീഡ്. ഓക്കെ. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ പതോഫിസിയോളജി എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് കേഷ്യസ് നെക്രോസിസ് കേട്ടോ. ആദ്യം അത് പോയി എന്ത് ചെയ്യും? ഒരു ലെയർ കേട്ടോ, ലങ്സിന്റെ ഏതെങ്കിലും ഒരു 2-3 സെൽസുകളെ കംപ്ലീറ്റ് അങ്ങ് നശിപ്പിക്കും കേട്ടോ. ദാറ്റ് ഈസ് കേഷ്യസ് നെക്രോസിസ്, അല്ലെ. അതിനെ ഡെത്ത് ആക്കും കേട്ടോ. ഡെഡ് ആക്കിയിട്ട് എന്ത് ചെയ്യും? അത് വെച്ചുകൊണ്ട് ഇവരൊരു ലെയർ ഫോം ചെയ്യും കേട്ടോ. ആ ലെയർ എന്ത് ചെയ്യും? ഫോം ചെയ്യും, അല്ലെ. അപ്പൊ ഈ ലെയറിലോട്ട് നമ്മുടെ T സെല്ല് വരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ശരീരത്തിലെ T സെല്ല് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വരും കേട്ടോ. അപ്പൊ T സെല്ല് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവര് ഈ നെക്രോസിസ് ആയ ടിഷ്യൂസിനെ ഒരു കവചമാക്കി മാറ്റും കേട്ടോ. അതിനെയാണ് നമ്മൾ ഗോൺ ടുബർക്കിൾ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഗോൺ ടുബർക്കിൾ അല്ലെങ്കിൽ ഗോൺ ഫോക്കെ സീൻ ഇൻ വിച്ച് ഡിസീസ് കണ്ടീഷൻ. പല പരീക്ഷകളിലും ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞുകൂടാത്തവർ എഴുതിക്കോളാം കേട്ടോ. ഗോൺ ടുബർക്കിൾ സീൻ ഇൻ വിച്ച് കണ്ടീഷൻ കേട്ടോ. അതുപോലെ നമുക്ക് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡെയിൻ പാർട്ടിക്കിൾസ്, അല്ലെ. എവിടെയാണ് ഡെയിൻ പാർട്ടിക്കിൾസ് വരുന്ന? ഗോൺ ടുബർക്കിളെ അല്ലെങ്കിൽ രണ്ടാമത് ഡെയിൻ പാർട്ടിക്കിൾസ്. ഡെയിൻ പാർട്ടിക്കിൾസ് കിട്ടുന്ന എവിടെയാണ്? ഏത് അസുഖമാണ് ഡെയിൻ പാർട്ടിക്കിൾസ് കിട്ടുന്ന അസുഖം? ഏതാണ് ഡെയിൻ പാർട്ടിക്കിൾസ് കിട്ടുന്ന അസുഖം? ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ബി, അല്ലെ. നെഗ്രി ബോഡീസ്, അതും ക്വസ്റ്റ്യൻ ആണ്. നെഗ്രി ബോഡീസ് സീൻ ഏതാണ്? റാബിസ്, അല്ലെ. അപ്പൊ റാബിസിൽ നെഗ്രി ബോഡി, ഡെയിൻ പാർട്ടിക്കിൾ, ഹെപ്പറ്റൈറ്റിസ് ബി, ഗോൺ തുബർക്ലിൻ ട്യൂബർക്ലോസിസ് കേട്ടോ. ഈ 3 പോയിന്റ്, ഈ ഒരൊറ്റ പോയിന്റ് ഇതിനകത്ത് എഴുതാനുള്ളൂ കേട്ടോ. ഈ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഇതിനകത്ത് എഴുതാനുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് കേഷ്യസ് നെക്രോസിസ് ഓഫ് നോർമൽ സെൽസ്, അല്ല. നോർമൽ സെല്ലിന് നെക്രോസിസ് അടിക്കും, അതെന്ന് പറഞ്ഞാൽ ഈ മൾട്ടിപ്ലൈ ആയിട്ടുള്ള ബാക്ടീരിയ, അല്ല. അപ്പൊ നെക്രോസിസ് കാണുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർക്കപ്പ് ആവും. ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാനായിട്ട് ആര് വരും? T സെല്ല് വരും, അല്ല. T സെല്ലിന് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് ഈസ് എ ബാക്ടീരിയ, അല്ല. ബാക്ടീരിയാസ് ആണ് എന്ന് പറയുന്നത്. T സെൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അട്രാക്ഷൻ ഓഫ് എന്താണ്? വൈറസ് ആൻഡ് ക്യാൻസറസ് സെൽസുകളാണ് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഇവരുടെ അറ്റാക്ക് ഭയന്നുകൊണ്ട് എന്ത് ചെയ്യും? ഇവര് ഈ കേഷ്യസ് നെക്രോസിസ് ആയിട്ടുള്ളത് വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഒരു ബോൾ പരുവത്തിലാവും കേട്ടോ. അതായത് ഈ ലെയർ വെച്ചുകൊണ്ട് ഇതിന് ഉള്ളിൽ കയറി ഒളിച്ചിരിക്കും കേട്ടോ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗോൺ ടുബർക്കിൾ ഫോമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. വർഷങ്ങളോളം അവിടെ ഇരിക്കും. എപ്പോഴാണോ ഈ T സെല്ല് വിട്ടു പോകുന്നത്, അതായത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നത്, ആ സമയം എന്ത് ചെയ്യും? ഇത് ലിക്വിഡ് ആവും, അല്ലെ. ഈ കവചം എന്ത് ചെയ്യും? ലിക്വിഡ് ആയിക്കൊണ്ട് ഇവർ പുറത്ത് കടന്ന് ബ്ലഡിലൊക്കെ കയറി എല്ലായിടത്തും ഇൻഫെക്ഷൻ ഉണ്ടാകും. ദാറ്റ് ഈസ് ദ പതോഫിസിയോളജി. ഇത്രയൊന്നും പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് ടെസ്റ്റും പഠിക്കാനുള്ളതാണ്. നമുക്ക് ടി ബിക്ക് ചെയ്യുന്ന ടെസ്റ്റ് കേട്ടോ. ഏതൊക്കെ ടെസ്റ്റുകൾ അറിയാം നിങ്ങൾക്ക് ടി ബിയുടെ? മാൻഡോസ് ടെസ്റ്റ്, അല്ലെ. മാൻഡോസ് ടെസ്റ്റ് അല്ലെങ്കിൽ വാൻ പാർക്കിൻ ടെസ്റ്റ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാറുണ്ട്? പിന്നെ ഏത് ടെസ്റ്റ് ഉണ്ട്? പിന്നെ ഏത് ടെസ്റ്റ് ഉണ്ട്? ചെസ്റ്റ് എക്സ്റേ ചെയ്യാറുണ്ട്, അല്ലെ. ചെസ്റ്റ് എക്സ്റേ ചെയ്യാറുണ്ട്. മാൻഡോസ് ടെസ്റ്റ് നമ്മൾ പറയും, സോറി, സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി, അല്ലെ. സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി, അല്ലെ. സ്പ്യൂട്ടം കൾച്ചർ, അല്ലെ. മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ സ്പ്യൂട്ടം കൾച്ചർ സെയിം തന്നെ, അല്ലെ. സ്പ്യൂട്ടം ഇതിനെ നോക്കുകയാണെങ്കിൽ, അല്ലെ, മൈക്രോസ്കോപ്പി ചെയ്യണമെങ്കിൽ അതിനകത്ത് കൾച്ചർ ആയി വരണം, അല്ലെ. ഓക്കെ. സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി.
ഇനി പുതിയതായിട്ട് പുതിയ ടെസ്റ്റുകളുണ്ട് അല്ലെ, CB-NAT ടെസ്റ്റ്, CB-NAT ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ, CB-NAT ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ മാൻഡോസ് ടെസ്റ്റ് അല്ലെങ്കിൽ വാൻ പർക്കിറ്റ് ടെസ്റ്റ്, ചെസ്റ്റ് എക്സ്റേ, നെക്സ്റ്റ് എന്താണ്, സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി ആൻഡ് CB-NAT. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി നമുക്ക് പരീക്ഷ പോയിന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ മാൻഡോസ് ടെസ്റ്റ് അല്ലെ, എന്താണ് മാൻഡോസ് ടെസ്റ്റ് അല്ലെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുന്നു അല്ലെ, മാൻഡോസ് ടെസ്റ്റ് അല്ലെ, ട്യൂബർക്ലോസിസിനെതിരെ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോക്സോയിഡ് കേട്ടോ, ടോക്സോയിഡ് ആണ് ഇൻജെക്ട് ചെയ്ത് വെക്കുന്നത്, പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ് കേട്ടോ, ഫ്രം മൈക്രോബാക്ടീരിയം ബൊവൈൻസ് കേട്ടോ. നമ്മൾ BCG എടുക്കുന്ന പോലെ അല്ലെ, മൈക്രോബാക്ടീരിയം ബൊവൈൻസിൽ നിന്ന് എടുക്കുന്ന പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് കുത്തിവെക്കുന്നത് കേട്ടോ. അങ്ങനെ കുത്തിവെച്ചതിന് ശേഷം നമ്മൾ ഇൻട്രാഡെർമലി കുത്തിവെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, റീഡ് ചെയ്യും അല്ലെ. എപ്പോഴാണ് റീഡ് ചെയ്യണ, എത്ര സമയം കഴിഞ്ഞാണ് റീഡ് ചെയ്യുന്ന, മാൻഡോസ് ടെസ്റ്റ് റീഡിങ് ആഫ്റ്റർ 72 hours ആണോ, 48 hours ആണോ, 3 days ആണോ? 48 to 72 hours കേട്ടോ, അങ്ങനെ തന്നെ പഠിക്കണം, 48 to 72 കേട്ടോ. ആക്യുറേറ്റ് റീഡിങ് കിട്ടണമെങ്കിൽ കറക്റ്റ് 72 hours തന്നെ റീഡ് ചെയ്യണം കേട്ടോ. ആക്യുറേറ്റ് റീഡിങ് കിട്ടണമെങ്കിൽ കറക്റ്റ് 72 hours. നോർമലി റീഡ് ചെയ്യുന്ന ആഫ്റ്റർ 48 to 72 hours കേട്ടോ. അതായത് 2 ദിവസവും 3 ദിവസത്തിന് ഇടയ്ക്ക് അല്ലെ. 2 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം രാവിലെയാണ് നോക്കിയെങ്കിൽ അല്ലെ, മൂന്നാമത്തെ ദിവസം ചിലപ്പോൾ രാവിലെ നോക്കാൻ പറ്റത്തില്ലായിരിക്കും, വൈകിട്ടായിരിക്കും നോക്കുന്നത് അല്ലെ. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ വൈകിട്ട് നൈറ്റ് വന്ന് ചെക്ക് ചെയ്തിട്ട് കേട്ടോ. എനിവേ 48 to 72 hours ആണ് യൂഷ്വലി മെഷർ ചെയ്യുന്നത്. പക്ഷെ ആക്യുറേറ്റ് മെഷർ ചെയ്യണമെങ്കിൽ ഇന്ന് 9 മണിക്ക് ചെക്ക് ചെയ്താൽ കറക്റ്റ് ആ ഒരു 9 മണി കിട്ടുന്ന രീതിയിൽ അല്ലെ. ഇന്ന് 9 മണി, നാളെ 9 മണിയാകുമ്പോൾ 24, മറ്റന്നാളും കഴിഞ്ഞ് അതിന്റെ വീട്ടിൽ നിന്ന് രാവിലെ കറക്റ്റ് 9 മണിക്ക് നോക്കും കേട്ടോ. ആക്യുറേറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് 72 hours കേട്ടോ. പിന്നെ ഫൈൻഡിങ്സ് ഉണ്ട്, 5 അല്ല 10 അല്ല 0 to 5 അല്ല 5 to 10 അല്ല പിന്നെ 10 to 50 അല്ല, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഫൈൻഡിങ്സ് നമ്മൾ പറയുന്നത്. 5 ഒക്കെ ആണെങ്കിൽ ഹെൽത്തി ആണ്, 5 to 10 എന്ന് പറയുന്നത് സസ്പെക്റ്റഡ് ആണ്, മോർ ദാൻ 10 എന്തായിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ നോക്കുന്നത് എന്താണ്, ആ സ്വെല്ലിങ് കേട്ടോ. അതായത് നമ്മൾ ഇൻട്രാഡെർമലി അല്ലെ, ഈ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ് എത്ര ml ആണ് കുത്തിവെക്കുന്നത് ഇൻട്രാഡെർമലി, ID ഇഞ്ചക്ഷൻ എത്രയാണ് കുത്തിവെക്കേണ്ട, എത്രയാണ്, 0.01 ആണോ 0.1 ml ആണോ, എത്രയാണ് ഇൻട്രാഡെർമൽ? 0.1 കേട്ടോ, 0.1 ml ഇൻട്രാഡെർമലി, 0.1 ml കേട്ടോ. 1 ml ഒന്നും എടുക്കത്തില്ല, 0.1 ml കേട്ടോ. അതായത് 1 mg കോൺസെൻട്രേഷൻ കേട്ടോ. ഇങ്ങനെ വേണം പഠിക്കണം. മാൻഡോസ് ടെസ്റ്റ് 1 mg into 0.1 ml കോൺസെൻട്രേഷൻ. ഇമ്പോർട്ടൻസ് ആണ് നമ്മളെ സെല്ലിങ് അല്ലെ. സെല്ലിങ്ങിന് പറയുന്ന പേരെന്താണ്, ഇനി അലർജി ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു സെല്ലിംഗ് ഫോം ചെയ്യും. ആ സെല്ലിങ്ങിന് പറയുന്ന പേരെന്താണ്, എന്താണ് ആ സെല്ലിങ്ങിന് പറയുന്ന പേര്? എന്താണ് ആ സെല്ലിങ്ങിന് പറയുന്ന പേര്, പറഞ്ഞോ, അറിയാവുന്നവർ പറഞ്ഞോ, എന്താണ് ആ സെല്ലിങ്ങിന് പറയുന്ന പേര്? സെല്ലിങ്ങിന് പറയുന്ന പേരെന്താണ്? സെല്ലിങ്ങിന് പറയുന്ന പേരെന്താണ്? ഇൻഡുറേഷൻ, ഇൻഡുറേഷൻ എന്നാണ് പറയുന്നത്, ഇൻഡുറേഷൻ. നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുക്കുമ്പോൾ ബ്ലബ് ഫോർമേഷൻ കേട്ടോ, ബ്ലബ് ഫോർമേഷൻ അല്ലെങ്കിൽ ഇൻഡുറേഷൻ. ഓക്കെ, അപ്പൊ മിനിമം ഇൻഡുറേഷൻ സൈസ് എത്രയാണ്, മിനിമം ഇൻഡുറേഷൻ സൈസ് എത്രയാണ്? ലെസ് ദാൻ 5 കേട്ടോ. 2 mm ആണ് നമ്മൾ സാധാരണ അലർജി ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട, 2 mm മിനിമം കേട്ടോ.
ലെസ് ദാൻ 5 വരെ നമ്മൾ കൺസിഡർ ആസ് നോർമൽ. 5 to 10 സസ്പെക്ട്. 10 to 10. ഓക്കെ. അതെ അതെ അല്ലെ. അവിടെ എന്തുണ്ടാവും? ആഫ്റ്റർ 3 days കഴിയുമ്പോൾ എന്തുണ്ടാവും? ദർ ഈസ് എ റിയാക്ഷൻ കേട്ടോ. ദാറ്റ് ഈസ് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കേട്ടോ. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് 4 ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് എന്തുണ്ടാക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ, HIV, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് 5 mm പോസിറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇപ്പൊ എഴുതാനുള്ള പോയിന്റ് പറയാം. ദയവ് ചെയ്ത് അത് മാത്രമേ എഴുതി പഠിക്കാവുള്ളൂ. ദയവ് ചെയ്ത് ഒരുപാട് നോട്ട് എഴുതരുത്. ബർഡൻ കേട്ടോ. പോയിന്റ് മാത്രമേ എഴുതാവുള്ളൂ. കുറച്ച് നോട്ട് അത്രയും മതി. നമുക്ക് കറക്റ്റ് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ബ്രെയിനിൽ കൊള്ളാൻ പറ്റുന്ന കപ്പാസിറ്റിയിലുള്ള കാര്യങ്ങൾ കേട്ടോ. ഒന്നുകൂടെ പറയുന്നു, മാൻഡോസ് ടെസ്റ്റ്, വാൻ ബർക്കറ്റ് ടെസ്റ്റ് മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, മാൻഡോസ് ടെസ്റ്റിന്റെ കോൺസെൻട്രേഷൻ 1 mg 0.1 ml. ഓക്കെ, മാൻഡോസ് ടെസ്റ്റിന്റെ ഉപയോഗിക്കുന്നത് പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ് ഫ്രം മൈക്രോബാക്ടീരിയം ബൊവൈൻ കേട്ടോ. ബൊവൈൻ സ്പീഷീസിൽ നിന്ന് എടുക്കുന്ന പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ് അല്ലെ. അവിടെ എന്തുണ്ടാകുന്നു? ഇൻഡുറേഷൻ മീൻസ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ അല്ലെ. ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ അല്ലെ. ദാറ്റ് ഈസ് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഓൺ തേർഡ് ഓർ സെക്കൻഡ് ഓർ തേർഡ് ഡേ അല്ലെ. ദാറ്റ് മീൻസ് 48 to 72 hours നടക്കുന്നു. ഓക്കെ, ഈ 72 hours തന്നെ റീഡ് ചെയ്യുന്നതാണ് ആക്യുറേറ്റ് റീഡിംഗ്, അല്ലെങ്കിൽ റീഡിംഗ് ബിറ്റ്വീൻ 48 to 72. 10 mm കൂടുതലുള്ളതാണ് പോസിറ്റീവ്. 5 to 10 ഈസ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, HIV പേഷ്യൻസ് അല്ല, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ്. ചിലപ്പോൾ ഡയബറ്റീസ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഡയബറ്റീസ് ഈസ് ഓൾവേസ് കൺസിഡർ ആസ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് കണ്ടീഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? നോട്ട് എഴുതിയോ? പറഞ്ഞ പോയിന്റ് എഴുതിയോ? നെക്സ്റ്റ് സൈഡിലോട്ട് പോകാമോ? നെക്സ്റ്റ് സൈഡിലോട്ട് പോകാമോ? നെക്സ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാമോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ഫാൾസ് പോസിറ്റീവ് കേട്ടോ. ഫാൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെയാണ് ഫാൾസ് പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ല. നേരത്തെ BCG എടുത്തവർക്കൊക്കെ മാൻഡോസ് ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, വേറെ എഴുതാനൊന്നുമില്ല. പോസിറ്റീവ് മോർ ദാൻ 5 എന്നോ നോക്കിയതാണ്. ഓക്കെ, നെക്സ്റ്റ്, ചെസ്റ്റ് എക്സ്റേ ചെയ്യാറുണ്ട് കേട്ടോ. ചെസ്റ്റ് എക്സ്റേ അല്ലെ, ആന്റീരിയർ വ്യൂ ആണ് ചെസ്റ്റ് എക്സ്റേ. എക്സ്റേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അല്ലെ, മെറ്റൽ ഓർണമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് പോവുക. കൺസെന്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് എക്സ്റേ പറ്റി പറയാനൊന്നും കാര്യം കേട്ടോ. സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി കേട്ടോ. സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി അല്ല. അപ്പൊ സ്പ്യൂട്ടം സാമ്പിൾ എടുക്കും അല്ല. എത്ര സാമ്പിൾ എടുക്കും? എത്ര സ്പ്യൂട്ടം സാമ്പിൾ എടുക്കണം? എത്ര സ്പ്യൂട്ടം സാമ്പിൾ എടുക്കണം? ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? ഒരു സാമ്പിൾ എടുക്കണോ, 2 സാമ്പിൾ എടുക്കണോ, 3 സാമ്പിൾ എടുക്കണം? ആ പഴയ റെജിമൻ, ഓൾഡ് റെജിമൻ അനുസരിച്ച് നമ്മൾ 3 സാമ്പിൾ ആണ് എടുക്കുന്നത് കേട്ടോ. 3 സാമ്പിൾ ആണ് ഓൾഡ് റെജിമൻ അനുസരിച്ച് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ പുതിയ റെജിമൻ അനുസരിച്ച് 2 സാമ്പിൾ ആയിരുന്നു. പുതിയ റെജിമൻ അനുസരിച്ച് 2 സാമ്പിൾ ആയിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ ഓൾഡ് റെജിമൻ എന്ന് പറയുമ്പോൾ 3 ആഴ്ചയിൽ കൂടുതൽ തുടർച്ചയായിട്ടുള്ള ചുമ, രാത്രിയിൽ ഉണ്ടാകുന്ന ചെറിയ പനി, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ലോ ഗ്രേഡ് ഫീവർ, ചുമ, വെയിറ്റ് ലോസ് കേട്ടോ. ഇത് 3 നമ്മൾ ടിപ്പിക്കലേ പറയുന്നത് അല്ലെ. ആള് മെലിഞ്ഞു വരുന്നു അല്ലെ. രാത്രിയിൽ ചുമ, സോറി, പകല് ചുമ, രാത്രിയിൽ ചെറിയ പനി കേട്ടോ. ഇതാണ് ലക്ഷണം TBയുടെ. ഓക്കെ, TBയുടെ ലക്ഷണം ഇതാണ് വരുന്നത്. അങ്ങനെയുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്തിനു വിടുന്നത്? സ്പ്യൂട്ടം കൾച്ചർ അല്ലെ, അല്ലെങ്കിൽ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി. ദാറ്റ് ഈസ് ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ദാറ്റ് അല്ലെ. ഇപ്പൊ നമുക്കൊരു കാര്യം ക്വസ്റ്റ്യൻ വരും, സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെ. സ്ക്രീനിങ് ടെസ്റ്റ് ഏതാണ്? സ്ക്രീനിങ് ടെസ്റ്റ് ഓഫ് ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാൽ എന്തെഴുതും? സ്ക്രീനിങ് ടെസ്റ്റ് ഓഫ് ട്യൂബർക്ലോസിസ് എന്തെഴുതും? പറ. സ്ക്രീനിങ് ടെസ്റ്റ് ഓഫ് ട്യൂബർക്ലോസിസ്. പറഞ്ഞോ. സ്ക്രീനിങ് ടെസ്റ്റ് ഓഫ് ട്യൂബർക്ലോസിസ് എക്സ്റേ അല്ലെ, അല്ലെങ്കിൽ മാൻഡോസ് ടെസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാൻഡോസ് ടെസ്റ്റ് കേട്ടോ. മാൻഡോ ടെസ്റ്റ്, എക്സ്റേ ഒക്കെ സ്ക്രീനിങ് കേട്ടോ. സ്ക്രീൻ ചെയ്തിട്ടാണ് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് വിടുന്നത് കേട്ടോ. ഓക്കെ,
അപ്പൊ രാവിലെ 3 സാമ്പിള് അല്ല, ഏർലി മോർണിംഗ് 3 സാമ്പിളായിരുന്നു നേരത്തെ എടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എടുക്കുന്നത് കേട്ടോ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ 2 തരം സാമ്പിൾ. ഫസ്റ്റ് സാമ്പിളിനെ നമ്മൾ സ്പോർട്സ് സാമ്പിൾ എന്നാണ് പറയുന്നത്. അതായത് അല്ല, സ്പ്യൂട്ടം എന്ത് ചെയ്യുന്നു, ആ ആദ്യം ഫസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു, നോർമലി സ്പ്യൂട്ടം സാമ്പിൾ എടുക്കേണ്ട സലൈൻ വെച്ച് ഗാർഗിൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സലൈൻ ഗാർഗിൾ ഫോളോഡ് ബൈ എന്ത് ചെയ്യും, ഹൈ കപ്പ് അല്ല, ഒരു ഹൈ കപ്പ് എടുത്തിട്ടാണ് ഡീപ്പായിട്ട് എന്ത് ചെയ്യേണ്ടത്, സ്പിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ പ്രൊസീജിയർ. അതൊന്നും പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് പറയുന്നു. ഫസ്റ്റ് എടുക്കുന്ന സാമ്പിൾ ഈ സ്പോട്ട് സാമ്പിൾ. ഓക്കെ. ഫോളോഡ് ബൈ സെക്കൻഡ് ഡേ ഏർലി മോർണിംഗ്. സെക്കൻഡ് സാമ്പിൾ ഈസ് ഏർലി മോർണിംഗ്. സാമ്പിൾ എടുക്കാൻ വേണ്ടി നമ്മൾ കണ്ടെയ്നർ കൊണ്ടുപോകും അല്ലെ. എന്ത് കണ്ടെയ്നർ ആണ്? സ്പ്യൂട്ട് എടുക്കുന്ന സാമ്പിളിന് ഉപയോഗിക്കുന്ന കണ്ടെയ്നറിന് പറയുന്ന പേരെന്താണ്? എന്ത് ട്യൂബാണ്? ആ ട്യൂബിന്റെ പേരെന്താണ്? പ്ലാസ്റ്റിക് ട്യൂബിന് ഒരു പേര് പറയും, അറിയാമോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും അറിയാമോ? ഫാൽക്കോൺ ട്യൂബ്. വെരി ഗുഡ് കേട്ടോ. ഫാൽക്കോൺ ട്യൂബിലാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? ഫാൽക്കോൺ ട്യൂബിൽ വേണം എന്തെടുക്കാൻ? സാമ്പിള്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? പഠിച്ചല്ലോ? ക്ലിയർ ആയോ? ഇനി നമുക്ക് ടി ബി കണ്ടത് തിരിച്ചറിഞ്ഞു അല്ലെ, തിരിച്ചറിഞ്ഞു, ടെസ്റ്റ് ചെയ്തു, ഏർലി ഡയഗ്നോസിസ് നമ്മൾ ചെയ്തു. ഇനി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡോസിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യണം? ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. പലതരത്തിലുള്ള ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള ഡ്രഗ്സുകളുണ്ട്. ചിലർക്ക് ഡ്രഗ്സ് ഏക്കാതെ വരും കേട്ടോ. അപ്പൊ ഡ്രഗ്സ് ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സിബി നാറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാഡ്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫയർ ടെസ്റ്റ് കേട്ടോ. കാഡ്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫയർ ടെസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മള് ടി ബിയുടെ മെയിൻ ഡ്രഗ്സ് എന്ന് വിളിക്കുന്ന ആരെയാണ്? ടി ബിയുടെ മെയിൻ ഡ്രഗ്സിന്റെ പേരെന്താണ്? ടി ബി ആണെങ്കിൽ, ലെപ്രസി ആണെങ്കിൽ, ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഏതാണ്? പവർഫുൾ ഡ്രഗ്സ് ഓഫ് ടി ബി എന്ന് പറയുന്ന ഏത് ഡ്രഗ്സ് ആണ്? പവർഫുൾ ഡ്രഗ് ഓഫ് ടി ബി ഏതാണ്? ഏതാണ് പവർഫുൾ ഡ്രഗ് ഓഫ് ടി ബി? റിഫാംബിസിൻ കേട്ടോ. അപ്പൊ റിഫാംബിസിൻ, റെസിസ്റ്റൻസ് ഓഫ് റിഫാംബിസിൻ നമ്മൾ നോക്കുന്ന ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കാഡ്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫൈഡ് ടെസ്റ്റ്. ഓക്കെ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു, പോയിന്റ് മാത്രമേ എഴുതണം. ചെസ്റ്റ് എക്സ്റേ ഒന്നും എഴുതാനില്ല, ദയവ് ഇതൊന്നും എഴുതാൻ കേട്ടോ. സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി പഴയത് നിങ്ങളെ മനസ്സിലൊക്കെ കാണും. മൂന്നാഴ്ച നിൽക്കുന്ന, മൂന്നാഴ്ചയിൽ നിൽക്കുന്ന, തുടർച്ചയായി നിൽക്കുന്ന ശക്തമായ ചുമ, രാത്രിയിൽ ഉണ്ടാകുന്ന ചെറിയ പനി, അങ്ങനെ ഓർത്ത് വെച്ചോണം കേട്ടോ. അത് ചോദിക്കത്തില്ല, ക്വസ്റ്റ്യൻ വരത്തില്ല കേട്ടോ. പക്ഷെ ഇപ്പം മാറി, ഇപ്പം 3 ആഴ്ച എന്നുള്ള ചുമ 2 ആഴ്ചയായി അല്ലെ. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമ, രാത്രിയിൽ ഉണ്ടാകുന്ന ചെറിയ പനി, വെയിറ്റ് ലോസ് അല്ലെ, മെലിഞ്ഞു വരും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ടി ബി, ഇപ്പോഴത്തെ ടി ബിയിൽ നമ്മൾ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിലോട്ട് പോകുന്ന. അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കും? അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കും? 2 സാമ്പിൾ ബോട്ടിൽ അല്ല. ഒന്നാമത്തെ സാമ്പിൾ ബോട്ടിൽ എന്താണ്? ഒന്നാമത്തെ സാമ്പിൾ ഈസ് സ്പോർട്സ് സാമ്പിൾ. രണ്ടാമത്തെ സാമ്പിൾ ഈസ് ഏർലി മോർണിംഗ് സാമ്പിൾ അല്ല. രണ്ടും എടുക്കുന്ന ഏത് കണ്ടെയ്നറിലാണ്? ഫാൽക്കോൺ കണ്ടെയ്നർ ബില്ലാണ് എടുക്കുന്നത് അല്ല. ഓക്കെ. ഇനി എന്ത് ചെയ്തു? അസുഖം വന്നു, ട്രീറ്റ് ചെയ്ത് തുടങ്ങി. ട്രീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ്സ് അല്ല, റിഫാംബിസിന്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ട്രക്ക് ആണ് എന്തെന്ന് പറയുന്നത്, ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സി ബി നാറ്റ് ആംപ്ലിഫൈങ് ടെസ്റ്റ്. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഉം. ഇത്ര മനസ്സിലായോ? എന്തൊരു ഡൗട്ട് ഉണ്ടോ? ഇത്ര എഴുതിയോ? ഓക്കെ. ഓക്കെ. അടുത്ത നമ്മുടെ പോയിന്റ് മൈക്രോസ്കോപ്പി അല്ലെ. സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കണം കേട്ടോ. അപ്പൊ മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്ലൈഡ് ഉപയോഗിക്കും അല്ലെ. സ്ലൈഡ് ഉപയോഗിക്കും. സ്ലൈഡ് ഉപയോഗിക്കുന്നു. ഓയിൽ എമേർഷൻ ഫീൽഡ് കേട്ടോ. ഓയിൽ എമേർഷൻ ഫീൽഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് കേട്ടോ. ഓയിൽ എമേർഷൻ ഫീൽഡ്. ഓയിൽ എമേർഷൻ ഫീൽഡ് എന്ന് പറയുന്നത് 10x10 കേട്ടോ. 10x10, അതായത് 100 കോളമുള്ള ഒരു ഫീൽഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സ്ലൈഡിനെ 100 കോളമായിട്ട് ഡിവൈഡ് ചെയ്യും ബൈ മൈക്രോസ്കോപ്പ് കേട്ടോ. ദാറ്റ് ഈസ് ഓയിൽ എമേർഷൻ ഫീൽഡ് കേട്ടോ. അപ്പൊ അതില് മൊത്തത്തിൽ 100 എണ്ണം ഉണ്ടോ എന്ന് നോക്കും അല്ലെ. അല്ലെങ്കിൽ ഓരോ എണ്ണത്തിലും അല്ല, മൊത്തം കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ 100 മൈക്രോഗ്രാംസ് ആണെങ്കിൽ ചെറിയൊരു പ്ലസ് പോയിന്റ് മാത്രമേ ഉള്ളൂ അല്ലെ. നോ എഫ് ഉണ്ടെങ്കിൽ ടി ബി എന്താണ്? നെഗറ്റീവ് അല്ല. മൊത്തം 100 ഓയിൽ ഫീൽഡിൽ മൊത്തത്തിൽ ഒരു 1.9 ഉണ്ടെങ്കിൽ അത് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സ്കാൻഡി എന്ന് പറഞ്ഞാണ്.
ഓക്കെ. ഇനി മൊത്തത്തിൽ 10 100 ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ +1 TB എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അല്ലെ, സ്പ്യൂട്ടം ഒരു പ്ലസ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി ഓരോ ഓയിൽ ഫീൽഡിലും 2നും 9നും ഇടയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ. ഓരോ ഓയിൽ ഫീൽഡിലും 2നും 9നും ഇടയ്ക്കാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ +2 എന്നാണ് പറയുന്നത്. +2 എന്നാണ് ഓരോ ഓയിൽ ഫീൽഡിലും ഓരോ ഓയിൽ ഫീൽഡിലും +2, ഓരോ ഓയിൽ ഫീൽഡിലും +2 കേട്ടോ. ഓക്കെ. ഒന്നും കൂടെ ഞാൻ പറയുന്നു. ടോട്ടൽ ടോട്ടൽ നമുക്ക് എത്രയാണ്? 100, 10 × 10 കോളം, അല്ലെ? അതില് മൊത്തത്തിൽ ഒന്നും ഇല്ലെങ്കിൽ നെഗറ്റീവ്. ഇനി 1 9നും ഇടയ്ക്കാണ്, മൊത്തം 100 ഒരു 10 TB നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ. ഓക്കെ. ഇനി 11 മുതൽ 100നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ +1. അവിടം വരെ നമുക്ക് ഫോർഗെറ്റ് ചെയ്യാൻ, പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ. ഇനി ഓരോ കോളത്തിലും 9 വെച്ചുണ്ട്, അല്ലെ? 1 തൊട്ട് 9 വെച്ച് ഓരോ കോളത്തിലും ഉണ്ടെന്നുണ്ടെങ്കിൽ +2 കേട്ടോ. ഇനി ഓരോ കോളത്തിലും മോർ ദാൻ 10ൽ കൂടുതൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ എത്രയാണ്? +3 കേട്ടോ. +2 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? TB പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യുന്നത് കേട്ടോ. +2 ഇൻ ദ ഓയിൽ എമർഷൻ ഫേസ്. അത് നമുക്ക് പരീക്ഷ പോയിന്റ് കേട്ടോ. +2 മുകളിലോട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളിപ്പോ പ്രോട്ടീനൂറിയ +1, +2 പ്രോട്ടീനൂറിയ, +3 പ്രോട്ടീനൂറിയ, അല്ലെ? ഇനി അങ്ങോട്ട് പഠിക്കും. എക്ലാംസിക്ക് നമ്മൾ ചെയ്യാറുണ്ട് പ്രോട്ടീനൂറിയ, അല്ലെ? 5 ഗ്രാം പ്രോട്ടീൻ യൂറിയൻ ഉണ്ടെന്നാണ് എന്തിന്റെ അർത്ഥം? +3 വന്നത് കേട്ടോ. അതുപോലെ നമുക്കിവിടെ +2 വന്നു കഴിഞ്ഞാൽ ഓരോ ഓയിൽ ഇമേഴ്ഷൻ ഫീൽഡിലും 1 to 9 വെച്ച് എന്തുണ്ട്? മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഇൻ ദ സ്പ്യൂട്ടം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ തൊട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന? ഐസൊലേഷൻ എഴുതുന്നത്. ഓക്കെ. അപ്പൊ അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. +2ന്റെ വാല്യൂ, +3ന്റെ വാല്യൂ എഴുതിയാൽ മതി. 1 to 9 ഇൻ ഈച്ച് ഓയിൽ എമർഷൻ ഫീൽഡ്. ആണെങ്കിൽ മോർ ദാൻ 10 ഇൻ ഈച്ച് ഓയിൽ എമർഷൻ ഫീൽഡ്. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? 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 ക്ലിയർ ആയോ? ക്ലിയർ? പരീക്ഷ പോയിന്റ്. ഓക്കെ. TBക്ക് നമ്മൾ കുറെ ഡ്രഗ്സുകളുണ്ട്. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്, സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്, സെക്കൻഡ് ലൈൻ ഡ്രഗ്സുകളുണ്ട്, തേർഡ് ലൈൻ ഡ്രഗ്സ് കേട്ടോ. അതിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന്റെ പേരുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, നമുക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഐസോനിയാസിഡിനെ നമ്മൾ INH എന്നാണ് പറയുന്നത്. റിഫാംബിസിനെ നമ്മൾ R എന്നും, പൈരാസിനാമൈഡിനെ നമ്മൾ Z എന്നും, എത്തംബ്യൂട്ടോളിനെ E എന്നും, സ്ട്രെപ്റ്റോമൈസിനെ S എന്നുമാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഇത്രയും ഡ്രഗ്സുകളാണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഡ്രഗ്സുകളെല്ലാം തന്നെ ബാക്ടീരിയോസിഡൽ ആക്ടിവിറ്റിയാണ് കേട്ടോ. ബാക്ടീരിയോസിഡൽ ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത് കേട്ടോ. എക്സെപ്റ്റ് ഒരേ ഒരു ഡ്രഗ്സ് മാത്രം ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ടിവിറ്റി ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പല പരീക്ഷകളിലും ക്വസ്റ്റ്യൻ ആണ് ബാക്ടീരിയോസിഡലും ബാക്ടീരിയോസ്റ്റാറ്റിക്, അല്ലെ? അപ്പൊ ബാക്ടീരിയോസിഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ? അറിയാലോ, എല്ലാവർക്കും അറിയാലോ. ബാക്ടീരിയോസിഡൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ കില്ല് ചെയ്യുന്നു. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ്സ്. അപ്പൊ ഇത്രയും ഡ്രഗ്സിൽ ഒരു ഡ്രഗ്സ് ഒളിച്ചിരിപ്പുണ്ട്, ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ്സ്. ഏതാണ് ആ ഡ്രഗ്സ്? ഈ 5 ഒരു ഡ്രഗ്സ് ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. ആരാണത്? ആരാണ്? ഈതംബ്യൂട്ടോൾ അല്ലെ? അല്ലെ? ചിരിച്ചോണ്ടിരിക്കുന്ന അല്ലെ? അല്ലെ? എന്ന് പറയുന്നത് ചിരിച്ചോണ്ടിരിക്കുന്ന അല്ലെ? ഈതംബ്യൂട്ടോൾ കേട്ടോ. അപ്പൊ ഈതംബ്യൂട്ടോൾ ആണ് ഇതിനകത്ത് ആരെന്ന് പറയുന്ന ബാക്ടീരിയോ സ്റ്റാറ്റിക് കേട്ടോ. ഓക്കെ. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഐസോനിയാസിഡ് ചോദിച്ചാൽ ബാക്ടീരിയോസിഡൽ, റിഫാംബിസിൻ ചോദിച്ചാൽ ബാക്ടീരിയോസിഡൽ, ചോദിച്ചാൽ പൈരാസമൈൻ ചോദിച്ചാൽ ബാക്ടീരിയോസിഡൽ. ഇത് മാത്രം ബാക്ടീരിയോസ്റ്റാറ്റിക്. സ്ട്രെപ്റ്റോമൈസിൻ ചോദിച്ചാൽ ബാക്ടീരിയോസിഡൽ കേട്ടോ. ഇനി ഓരോന്നിന്റെ ആക്ഷൻ ഒക്കെ ഉണ്ട്. പ്രോട്ടീൻ സിന്തസൈസിനെ ഇൻഹിബിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നീട് ഗൂഗിളിൽ നോക്കിയാൽ മതി. അങ്ങനെ പരീക്ഷിക്കുന്ന അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാക്ട് ആക്ഷൻ എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ഓരോന്നിന്റെ ഡോസ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓരോന്നിന്റെ ഡോസും സൈഡ് എഫക്ട് കേട്ടോ. ഐസോനൈസൈഡിന് 600 mg ആണ് ഐസോനിയാസൈഡിന്റെ ഡോസ് എന്ന് പറയുന്നത്. ഒരു ടാബ്ലറ്റ്, സ്റ്റാൻഡേർഡ് ഐസോനിയാസൈഡ് ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് 600 മില്ലിഗ്രാം ആണ്. അല്ല, ഐസോനിയാസൈഡ് വെച്ചാൽ എന്താണ് സൈഡ് എഫക്ട്? സൈഡ് എഫക്ട് ഓഫ് ഐസോനിയാസൈഡ് എന്താണ്? സൈഡ് എഫക്ട് ഓഫ് ഐസോനിയാസൈഡ്
ഹെപ്പറ്റോക്സിറ്റിയോ? പി എൻ അല്ലെ? നമുക്ക് പരീക്ഷ പോയിന്റ് മതി കേട്ടോ. ഹെപ്പറ്റോക്സിറ്റ് കാണും, പക്ഷെ നമ്മുടെ പരീക്ഷ പോയിന്റ് പെരിഫറൽ ന്യൂറൈറ്റിസ് കേട്ടോ. പെരിഫറൽ ന്യൂറൈറ്റിസ് അത് വരാതിരിക്കാൻ ടി ബി ഡ്രഗിന്റെ കൂടെ മസ്റ്റ് ആയിട്ടും കൊടുക്കേണ്ട വൈറ്റമിൻ ഏതാണ്? ഏത് വൈറ്റമിൻ ആണ്? ഏത് വൈറ്റമിൻ ആണ് കൊടുക്കേണ്ടത്? ന്യൂറോപ്പതി അല്ലെ, വൈറ്റമിൻ B6. വെരി ഗുഡ്. അപ്പൊ B6 കൊടുക്കണം അല്ലെ. B6 എന്ന് പറയുമ്പോൾ ഏതാണ്? പൈരാസ് അല്ലെ. ഓക്കെ, വൈറ്റമിൻ B6 അല്ലെ, B6 കൊടുക്കുക. ഓക്കെ, അപ്പം ഐസോനിയാസൈഡ് പെരിഫറൽ ന്യൂറൈറ്റിസ് 600 ആഴ്ച കേട്ടോ. ഇനി അടുത്ത റിഫാംബിസിൻ നേരെ പകുതി, സോറി നേരെ പകുതിയല്ല, 1/3 450 കേട്ടോ. 450 600ന്റെ നേരെ പകുതി, സോറി 1/3, 2/3. ഓക്കെ, ഓക്കെ, അപ്പൊ 450. ഓക്കെ, 450 എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, റിഫാംബിസിൻ എന്താണ് പ്രശ്നം? റിഫാംബിസിൻ എന്താണ്? റിഫാംബിസിന്റെ പ്രോബ്ലം എന്താണ്? റെഡ് ഓറഞ്ച് യൂറിൻ കേട്ടോ. റെഡ് ഓറഞ്ച് യൂറിൻ എല്ലാ TB ഡ്രഗും അല്ല കമ്പൈൻ ചെയ്തൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് കേട്ടോ. പക്ഷെ റിഫാംബിസിൻ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും എംപ്റ്റി സ്റ്റൊമക്ക് കേട്ടോ. എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കേണ്ട ഒരു ഡ്രഗ്സ് ആണ് റിഫാംബിസിൻ. ഓക്കെ, ഓക്കെ, റെഡ് ഓറഞ്ച് യൂറിൻ, വെരി ഗുഡ്. ഓക്കെ, ഇനി നേരെ അടുത്തതിലോട്ട് വരാം, പൈരാസമൈഡ് കേട്ടോ. പൈരാസമൈഡ് എന്ന് പറയുമ്പോൾ 450 നിന്ന് നമ്മൾ എത്രയിലോട്ട് പോകുന്നു? 1500 കേട്ടോ. 450 നിന്ന് നമ്മൾ 1500 പോകും കേട്ടോ. 1500 mg ടാബ്ലറ്റ് ആണ് ഇതെന്ന് പറയുന്ന പൈരാസമൈഡ് കേട്ടോ. പൈരാസമൈഡ് ആണ് ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് അല്ലെ, ഹെപ്പാറ്റോടോക്സിറ്റി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്, ഗൗട്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി എഥംബ്യൂട്ടോൾ 1500 നിന്ന് നമ്മൾ നേരെ തിരിച്ച് 1200 1200 മില്ലിഗ്രാം ആണ് ഏതെന്ന് പറയുന്നത് എഥംബ്യൂട്ടോൾ അല്ല. എഥംബ്യൂട്ടോൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എഥംബ്യൂട്ടോൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എഥംബ്യൂട്ടോൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കുന്നു എഥംബ്യൂട്ടോൾ എടുക്കുമ്പോൾ? ഐ പ്രോബ്ലം അല്ലെ, കളർ ബ്ലൈൻഡ്നെസ് അല്ലെ, കളർ ബ്ലൈൻഡ്നെസ് വരും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആന്റി ട്യൂബർക്കുലോസിസ് കേട്ടോ. ചൈൽഡിന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സ്കിൻഡ് വരും അല്ല, സ്കിൻഡ് വരും, കാഴ്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ്. കുഞ്ഞുങ്ങളുടെ TB മെഡിസിനിൽ ഏത് ഡ്രഗ്സ് ആണ് ആബ്സെന്റ്? എഥംബ്യൂട്ടോൾ ഈസ് ആബ്സെന്റ് കേട്ടോ. അങ്ങനെ വേണം. ഓക്കെ, അപ്പൊ കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, ഇനി സെപ്റ്റോമൈസിലോട്ട് നമ്മൾ തിരിച്ചു വരുന്നു. 750 750 മില്ലിഗ്രാം ആണ് സ്ട്രെപ്റ്റോമൈസിസ്. പക്ഷേ സ്ട്രെപ്റ്റോമൈസിൻ സാധാരണ കമ്പൈൻ ചെയ്തിട്ടില്ല അല്ലെ. എന്തുകൊണ്ടാണ് കമ്പൈൻ ചെയ്യാത്തത്? കാരണം ഇറ്റ് ഈസ് എ പാരന്റൽ റൂട്ട് ഓൺലി ഉള്ളു അല്ലെ. IV അല്ലെങ്കിൽ IM ആയിട്ട് നമുക്ക് സ്ട്രെപ്റ്റോമൈസിൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പാരന്റൽ ആയിട്ട് കൊടുക്കുന്നതാണ് സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം സ്ട്രെപ്റ്റോമൈസിൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെ, ഇപ്പൊ കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 5 വീലുണ്ടല്ലേ കാറിന് 5 വീലല്ലേ അല്ലെ. അപ്പൊ 5 വീൽ എന്ന് പറയുമ്പോൾ എന്താണ്? 4 വീല് മെയിൻ ആയിട്ട് ഓടുന്നത്, പിന്നെ പറയുന്ന സ്റ്റെപ്പിനി വീൽ എന്ന് പറഞ്ഞു അല്ല. അപ്പൊ അതുപോലെയാണ് സ്ട്രെപ്റ്റോമൈസിൻ സ്റ്റെപ്പിനി കേട്ടോ. അതായത് എന്തിനാണ്? ഫോർ എനി TB ഡ്രഗ്സ്, ഈ പറയുന്ന TB ഡ്രഗ്സിൽ ഏതെങ്കിലും ഒക്കെ അലർജി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് സ്ട്രെപ്റ്റോമൈസിൻ കേട്ടോ. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൽ എനി ഡ്രഗ്സിന് പ്രശ്നം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ അല്ലെ, ഏതെങ്കിലും ഒരു ഡ്രഗ്സിന് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോമൈസിൻ കേട്ടോ. അതായത് ഐസോനൈസിഡ് പ്രശ്നമാണെങ്കിൽ സ്ട്രെപ്റ്റോമൈസിൻ കൊടുക്കും, റിഫാംബിസിൻ പ്രശ്നമാണെങ്കിൽ സ്ട്രെപ്റ്റോമൈസിൻ, പൈരാസമൈഡ് പ്രശ്നമാണെങ്കിൽ സ്ട്രെപ്റ്റോമൈസിൻ. ഇത് കേട്ടോ. എനിവേ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡ്രഗ്സ് ആണ്, ഇത് ഈസ് എ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആണ്. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിൻ അല്ലെ, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഉണ്ടാകുന്ന പ്രശ്നം? ഓട്ടോടോക്സിക് കേട്ടോ. 8th cranial nerve damage കേട്ടോ. 8th cranial nerve ഓട്ടോടോക്സിറ്റി. ഓക്കെ, പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. കാരണം ചൈൽഡിന് കേൾവി ശക്തി കാണത്തില്ല അല്ല. ഇത് കഴിച്ചിട്ട് മാത്രം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് കേൾവി ശക്തി കുറവില്ല. പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡ്രഗ്സ്. ഓക്കെ, അതും നമുക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എഴുതി പിടിപ്പിച്ചേ പറ്റും, പഠിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പല പരീക്ഷകളിൽ അപ്കമിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാം കേട്ടോ. ഐസോനിയാസിഡ് INH 600 തുടങ്ങുന്നു അല്ലെ. IRH അല്ലെ. INH തുടങ്ങുന്നു. എന്താണ്? പൈരാസമൈഡ് വിറ്റാമിൻ കൊടുക്കുന്നു. പെരിഫറൽ അല്ല, പെരിഫറൽ. റിഫാംബിസിൻ R ഫോർ റെഡ് ഓറഞ്ച് യൂറിൻ. റിഫാംബിസിൻ R ഫോർ റെഡ് ഓറഞ്ച് യൂറിൻ 450 450 അത്ര മതി.
പിന്നെ പൈരാസമൈഡ് ഗൗട്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കേട്ടോ. പൈരാസിനാമൈഡ് അല്ല, ഇറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഈസ് 1500 ഹെപ്പാറ്റോടോക്സിസ്. ഏതംബ്യൂട്ടോള് കളർ ബ്ലൈൻഡ്നസ് 1200 കോൺട്രാഇൻഡിക്കേറ്റഡ്. സ്ട്രെപ്റ്റോമൈസിൻ എയ്ത്ത് ക്രേനിയൽ നെർവിന് ഡാമേജ് ഉണ്ടാക്കുന്നു 750. ഇത്രയും മതി പഠിക്കാനുള്ള പോയിന്റ്. പിന്നെ പെറിഡോക്സിൻ, വൈറ്റമിൻ B6ന്റെ മറ്റൊരു പേര് പെറിഡോക്സിൻ കേട്ടോ. പെറിഡോക്സിൻ, സോറി പാരാസൈമൈഡ് അല്ല, പെറിഡോക്സിൻ. വൈറ്റമിൻ B6 പെറിഡോക്സിൻ കൊടുക്കുന്ന ഐസോനിയാസൈഡിന് അല്ല, അതിന് ആന്റിഡോട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, എഴുതിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പഴയ രീതിയിൽ ഡോട്ട്സ് അല്ല, ഡോട്ട്സ് ഒക്കെ ഇപ്പൊ മാറി, അതിന് ക്വസ്റ്റ്യൻ കുറവായിരിക്കും കേട്ടോ. വായിച്ചു വിട്ടാലൊക്കെ മതി കേട്ടോ. ഡോട്ട്സ്, ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ഷോർട്ട് കോഴ്സ് അല്ല. ഡയറക്റ്റ് ഒബ്സർവേഷനിൽ എന്ത് ചെയ്യുന്നു കഴിഞ്ഞു അല്ല. ഇപ്പൊ ആശമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് അല്ല നോക്കാൻ വേണ്ടി. നേരത്തെ അങ്ങനെയൊന്നുമല്ല, വോളണ്ടറി വർക്കേഴ്സ്, റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ആശ വർക്കറെ അങ്ങ് ഏൽപ്പിച്ചേക്കും അല്ലെ. ആ ഡോസിന്റെ കാര്യങ്ങൾ അവർ നിക്ഷയ ടാബ്ലറ്റ് നമുക്ക് രീതിയിൽ നോക്കുന്നുണ്ട്. പഴയ രീതിയിൽ നമ്മൾ പറയുവാണ് ഇന്റൻസീവ്. രണ്ട് രണ്ട് ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. പുതുതായിട്ട് അസുഖം വന്നവര് ഉള്ളവരും, പിന്നെ ഓൾഡ് കേസ് അല്ല, പഴയ കേസ്, ഫെയിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലാപ്സ്ഡ് കേസ് അല്ലെ. നേരത്തെ അസുഖം ബാധിച്ചവർക്ക് പിന്നെയും വന്നു അല്ലെ, ദാറ്റ് ഈസ് റിലാപ്സ് അല്ല. അതുപോലെ ഡ്രഗ് കംപ്ലൈൻസ് കേട്ടോ. നോൺ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഡ്രഗ് കഴിച്ചു അല്ലെ. ഇപ്പൊ ഡ്രഗ് കംപ്ലൈൻസ്, ഡ്രഗ് ഇടയ്ക്ക് വെച്ച് നിർത്തിയവര് കേട്ടോ. ഡ്രഗ് കംപ്ലൈൻസ്. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിലുള്ളതുണ്ട്, കാറ്റഗറി 1ഉം കാറ്റഗറി 2. കാറ്റഗറി 1ലാണ് പുതിയ TB കേസസ്. കാറ്റഗറി 2 ഓൾഡ് കേസസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അല്ല ഓൾഡ് വന്നവരും അതുപോലെ എന്ത് ചെയ്യുന്നു, ഡ്രഗ് മുട അല്ലെ മുടങ്ങിയവര്, സോറി ഡ്രഗ് മുടങ്ങിയവര് അല്ലെ. ദാറ്റ് ഈസ് ഡ്രഗ് കംപ്ലൈൻസ്. നോൺ കംപ്ലൈൻസ് മീൻസ് നോർമൽ എന്ന് വേണം പഠിക്കാൻ. കംപ്ലൈൻസ് മീൻസ് കംപ്ലൈന്റ് ഉണ്ടെന്നാണ്. ഡ്രഗ് കംപ്ലൈൻസ് വന്നവര്, അതുപോലെ അസുഖം വീണ്ടും വന്ന റിലാപ്സ് അല്ലെ, വീണ്ടും വന്നു, റിക്കറൻസ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണ് കാറ്റഗറി 2 നമ്മൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ കാറ്റഗറി 1ഉം കാറ്റഗറി 2, ഇനിയും ഉണ്ട് കാറ്റഗറി 3, കാറ്റഗറി 4. അതിൽ ആരെയാണ് ഉൾപ്പെടുത്തുന്ന, ഈ TB ഡ്രഗ്സുകൾ റെസിസ്റ്റന്റ് ആയിട്ടുള്ളവരെയാണ് കാറ്റഗറി 2 and 3 നമ്മൾ ഉൾപ്പെടുത്തും. കാറ്റഗറി 2, സോറി കാറ്റഗറി 3 and 4 നമ്മൾ ഉൾപ്പെടുത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ ബൈ ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള TB ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയുന്നത്, കാറ്റഗറി 1 ഈസ് ന്യൂ കേസസ്, കാറ്റഗറി 2 ഈസ് എന്താണ്, നോൺ ഡ്രഗ് റെസിസ്റ്റന്റ്, ഡ്രഗിന് റെസിസ്റ്റന്റ് ഇല്ലാത്ത ഓൾഡ് കേസുകളെയും അല്ലെ, അതുപോലെ റിലാപ്സ്ഡ് കേസുകളെയും, അതുപോലെ റിക്കറൻസ് കേസുകളെ അല്ലെങ്കിൽ ഡ്രഗ് കംപ്ലൈൻസ് ആയിട്ടുള്ള കേസുകളെ കാറ്റഗറി 2. കാറ്റഗറി 1 ഓൾവേസ് ന്യൂ അല്ലെ. പുതുതായിട്ട് വന്നവർക്ക് ഏതാണ് കൊടുക്കുന്നത്, ബ്ലൂ ആണോ റെഡ് ആണോ കൊടുക്കുന്നത്? കാറ്റഗറി 1ന്റെ സിമ്പിൾ എന്താണ്? കാറ്റഗറി 1ന്റെ സിമ്പിൾ എന്താണ്? 1ന്റെ കളർ കോഡ് എന്താണ്? കാറ്റഗറി 1കാർക്ക് ഏതാണ് ബോക്സിന്റെ കളർ എന്താണ്? കാറ്റഗറി 1 റെഡ് അല്ല, റെഡ് ബോക്സും ബ്ലൂ ബോക്സ് കേട്ടോ. റെഡ് ബോക്സ് ആൻഡ് ബ്ലൂ ബോക്സ്, റെഡ് ബോക്സ് ആൻഡ്. ഓക്കെ, എനിവേ നമുക്ക് ഇന്റൻസീവ് ഫേസ് ഉണ്ട്, കണ്ടിന്യൂവേഷൻ ഫേസ് ഉണ്ട് കേട്ടോ. ഇന്റൻസീവ് ഫേസും കണ്ടിന്യൂവേഷൻ. ഇന്റൻസീവ് ഫേസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡ്രഗ് കുറച്ച് സമയം കേട്ടോ. കണ്ടിന്യൂവേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രഗ്സ് കൂടുതൽ ടൈം കേട്ടോ. അപ്പൊ അതിലേ ഉള്ളൂ. ഇന്റൻസീവ് മീൻസ് ഷോർട്ട് ഡ്യൂറേഷൻ, മോർ ഡ്രഗ്സ്. ഇവിടെ ലെസ് ഡ്രഗ്, ലോങ് ഡ്യൂറേഷൻ, ദാറ്റ് ഈസ് കണ്ടിന്യൂവേഷൻ ഫേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. അപ്പൊ നമ്മൾ കാറ്റഗറി 1ന് ഇന്റൻസീവ് ഫേസ് ഉണ്ട്, കാറ്റഗറി 2ന് കണ്ടിന്യൂവേഷൻ ഫേസ് ഉണ്ട് കേട്ടോ. ഇവിടെ കാറ്റഗറി 1ന് ഇന്റൻസീവ് ഫേസ് ഉണ്ട്, ഇവിടെ ഇന്റൻസീവ് ഫേസ് ഉണ്ട്, കണ്ടിന്യൂവേഷൻ ഫേസ് ഉണ്ട്. TB ഡ്രഗ്സ് MJ സ്റ്റൊമക്കിലാണ് എടുക്കേണ്ടത്. എല്ലാ ദിവസവും എടുക്കണോ TB ഡ്രഗ്സ്? TB ഡ്രഗ്സ് വീക്കിലി എത്ര ദിവസം എടുക്കണം? TB ഡ്രഗ്സ് വീക്കിലി എത്ര ദിവസം മരുന്നെടുക്കണം? വീക്കിലി എത്ര ദിവസം? 3 ദിവസം കേട്ടോ. ഇവരും 3 ദിവസമാണ്. വീക്കിലി 3 ദിവസം കഴിച്ചാൽ മതി TB ഡ്രഗ്സ് കേട്ടോ. 3 ദിവസം കഴിച്ചാൽ മതി. ഇതിന് ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, കാറ്റഗറി 1ന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 മാസം HRSD കഴിക്കണം.
INH, റിഫാംപിസിൻ, പൈരാസമൈഡ്, എത്തംബ്യൂട്ടോൾ 2 മാസം കഴിക്കണം കേട്ടോ, ഇൻറ്റു വീക്കിലി 3 ഡേയ്സ്. പിന്നെ കണ്ടിന്യൂവേഷൻ ഫേസ് 4 മാസം HR അല്ല INH റിഫാംപിസിൻ മാത്രം കഴിച്ചു. ഓക്കെ, അതായത് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് കാറ്റഗറി 1 എന്ന് പറയുന്നത് 6 മന്ത്. ഇതില് ഇന്റൻസീവ് ഫേസ് കഴിഞ്ഞതിനുടനെ ഒരു ബ്ലഡ് സാമ്പിളും ഒരു സ്പ്യൂട്ടം എക്സാമിനേഷൻ നടത്തി സ്പ്യൂട്ടം പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും പണിഷ്മെന്റ് 1 മന്ത് കേട്ടോ. 1 മന്ത് പണിഷ്മെന്റ് ചേർത്ത് 7 മന്ത് ആണ് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് എന്തെന്ന് പറയുന്ന കാറ്റഗറി 1. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? കാറ്റഗറി 1 മനസ്സിലായോ? കാറ്റഗറി 1 ചോദിച്ചാൽ എഴുതുന്ന ആൾക്കാർ വളരെ വിരളമായിരിക്കും, മാർക്ക് കയറിപ്പോവും. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇന്റൻസീവ് ഫേസിൽ കൂടുതൽ ഡ്രഗ് കുറച്ച് സമയം, മറ്റേത് കുറച്ച് ഡ്രഗ്സ് കൂടുതൽ സമയം. അതല്ലേ നമ്മൾ ഇവിടെ 4 ഡ്രഗ്സുകൾ 2 മാസം കഴിക്കും, ഇവിടെ 2 ഡ്രഗ്സ് 6 മാസം കഴിക്കും അല്ലെ. അതാണ് ഇവിടെ വരുന്നത് HRZD. HRZDന്ന് ZEയും കട്ട് ചെയ്ത അടുത്തത് കിട്ടി അല്ലെ, HR ആണ്. ഇപ്പൊ 2 + 4 6 മാസം ഇന്റൻസീവ് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് കാറ്റഗറി 1 പേഷ്യന്റ്. അവർക്ക് ഇന്റൻസീവ് ഫേസ് കഴിയുമ്പോൾ എന്ത് നടത്തും? ഒരു TB സ്പ്യൂട്ടം പോസിറ്റീവ് ടെസ്റ്റ് നടത്തി അത് പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ എന്ത് നടത്തും? 1 മാസം പണിഷ്മെന്റും കൂടെ ചേർത്ത് 7 മാസമാണ് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് 6 to 7 months is the ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് കാറ്റഗറി 1T. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? ഇനി കാറ്റഗറി 2 നമ്മൾ പറയാണ്. കാറ്റഗറി 2 കേട്ടോ, ഡീഫാൾട്ട് ആയിട്ടുള്ളവർക്കാണ് വരുന്നത് കേട്ടോ. അവർക്കും ഈ പറഞ്ഞ പോലെ 2 മാസം ഈ പറഞ്ഞ പോലെ 2 HRZDയുടെ കൂടെ അല്ല ഒരു സ്ട്രെപ്റ്റോമൈസിനും കൂടെ ഒന്ന് കൊടുക്കും ഇൻറ്റു ആഴ്ച 3 വെച്ച് 2 മാസം കേട്ടോ. പിന്നെ അടുത്ത 5 മാസം പിന്നെ 5 മാസം ഈ പറഞ്ഞ HR 5 മാസം പിന്നെ അവർക്ക് HR സെപ്റ്റോമൈസിൻ ഇല്ലാതെ പോകും കേട്ടോ. HRZD സെപ്റ്റോമൈസിൻ ഇല്ലെന്നേ ഉള്ളൂ. 5 മാസം HRZE ഉണ്ട്, ഇവിടെ HRZES കേട്ടോ. ഓക്കെ, അപ്പൊ ഇവർക്ക് 2 രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് ഇവർക്ക് വരുന്നത് കേട്ടോ. ഇതിൽ റിക്കറന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഡിഫാൾട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ. ഇടയ്ക്ക് വെച്ച് മരുന്ന് നിർത്തിയ ആൾക്കാരുണ്ട് അല്ലെ, അവർക്ക് വീണ്ടും TV വന്നു അല്ല. നിർത്തിയവർക്ക് ഇവിടെ ഒരു മാസം പണിഷ്മെന്റ് കൊടുക്കും. ഇത് ചിലപ്പം 6 മാസം വരെ നീളും. ഇപ്പൊ 2 + 5 അല്ലെ 7 മന്ത് അല്ലെ. 7 മന്ത് പ്ലസ് 1 മന്ത് പണിഷ്മെന്റ് ഫോർ അതാണ് ഡീഫോൾട്ട് അല്ലെ, അതായത് മരുന്ന് ഇടയ്ക്ക് മുടക്കി വീണ്ടും TV ആയിട്ട് വന്നവർക്ക് 1 മാസം പണിഷ്മെന്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഇന്റൻസീവ് ഫേസ് കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് വന്നാൽ വീണ്ടും 1 മാസം പണിഷ്മെന്റ് അല്ലെ. അങ്ങനെ നമുക്ക് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് കാറ്റഗറി 2 ചോദിച്ചാൽ 9 മന്ത് ഇസ് ദ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് TV. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ പരീക്ഷയ്ക്ക് എഴുതാനുള്ള പോയിന്റ് ഇന്റൻസീവ് ഫേസ് കുറച്ച് ഡ്രഗ്സ് കൂടുതൽ ഡ്രഗ്സ് കുറച്ച് ടൈം, കണ്ടിന്യൂഷൻ ഫേസ് അല്ല കൂടുതൽ ഡ്രഗ്സ് കുറച്ച് സമയം അല്ല. കാറ്റഗറി 1 റെഡ് ബോക്സ്, കാറ്റഗറി 2 ബ്ലൂ ബോക്സ്. കാറ്റഗറി 1 is ന്യൂ കേസസ്, കാറ്റഗറി 2 is ഓൾഡ്, ഡിഫാൾട്ട്, റിക്കറൻസ്, റിലാപ്സ്, കംപ്ലൈൻസ്. ഓക്കെ, ആദ്യത്തിൽ HRZE, രണ്ടാമതിൽ HR. ഇവിടെ HRZES, മറ്റേത് HRZS. ഓക്കെ, ആദ്യത്തെ 2 4 6 മന്ത്, രണ്ടാമത്തെ 2 5 7 മന്ത് അല്ല. പ്ലസ് 2 പണിഷ്മെന്റ് രണ്ടാമത്തെ ആൾക്കാർക്ക്. ഒന്നാമത്തെ പണിഷ്മെന്റ് ഡ്രഗ് അല്ല റിലാപ്സ് ചെയ്ത അല്ലെ, ഡ്രഗ് ഡീഫോൾട്ട് ചെയ്തവർക്ക് 1 മാസം പണിഷ്മെന്റ്. അതുപോലെ ഡ്രഗ് പോസിറ്റീവ് ഇന്റൻസീവ് ഫേസ് കഴിഞ്ഞ ഒരു പോസിറ്റീവ് കിട്ടിയാൽ വീണ്ടും 1 മാസം പണിഷ്മെന്റ് അല്ല. അങ്ങനെ ഇന്റൻസീവ് ഫേസ് ഫോർ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ഡോസ് ട്രീറ്റ്മെന്റ് ഫോർ കാറ്റഗറി 2 is 7 to 9 months കേട്ടോ. HIV പേഷ്യന്റ് ആണെങ്കിൽ ആൾവേസ് 9 months കേട്ടോ. HIV പേഷ്യന്റ് ആണെങ്കിൽ മിനിമം 9 months എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി 1 എന്ന് പറയുന്നവർക്ക് ന്യൂ കേസസ് ആണ്. അവിടെ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് 6 to 7 months കൊണ്ട് അവസാനിക്കും അല്ലെ. അവർക്ക് 2 മാസം കഴിഞ്ഞ് അവർക്ക് എന്ത് ചെയ്യാം? ഒരു ടെസ്റ്റ് നടത്തി പോസിറ്റീവ് അല്ല കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പണിഷ്മെന്റോട് കൂടി 7. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പം 5 minutes ബ്രേക്ക് എടുത്തു കേട്ടോ. ബ്രേക്ക് എടുത്ത് ഇനി കുറച്ചും കൂടെ TV പറയാനുണ്ട്. നമുക്ക് മലേറിയ ആണ് ഇനി അടുത്ത് പഠിപ്പിക്കുന്ന കണ്ടീഷൻസ്. ഓക്കെ.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നോട്ട് വായിപ്പിക്കും. വ്യക്തമായിട്ട് പറയുന്ന പോയിന്റ് മാത്രമേ നോട്ടിൽ ഉണ്ടാവുകയുള്ളൂ. ആവശ്യമില്ലാതെ പോയിന്റുകൾ എഴുതി നടക്കുക കേട്ടോ. ഫാസ്റ്റ് ആയിട്ട് നോട്ട് പറയുകയും ചെയ്യാം. ഓക്കെ.
ഹലോ, വോയിസ് ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഹലോ, ഹലോ, വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കാറ്റഗറി 3 and 4 എന്ന് പറയുന്ന ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടീം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ MDR-TB, PDR-TB അല്ലേ? അല്ലെ, MDR മുണ്ടുകൾ എന്നൊക്കെ പറയുന്ന പോലെ MDR-TB ആൻഡ് PDR-TB കേട്ടോ. MDR എന്ന് പറഞ്ഞ ആ ഒറ്റ ഡ്രഗ്സ് കേട്ടോ, ഏതെങ്കിലും ഒരു ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് കേട്ടോ റെസിസ്റ്റന്റ് ഉള്ളതാണ് മോണോ ഡ്രഗ് റെസിസ്റ്റന്റ് കേട്ടോ. പക്ഷെ അവിടെ ഒരു റൂൾ വെച്ചിട്ടുണ്ട് കേട്ടോ. സോറി, എനി സിംഗിൾ ലൈൻ ഓഫ്. ഓക്കെ, പോളി ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കേട്ടോ. പോളി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മോണോ ഡ്രഗ്സ്, സിംഗിൾ ഡ്രഗ്സ്. പോളി ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അല്ല, ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതലൊക്കെ ആയിട്ട് കേട്ടോ. പക്ഷെ ആര് വരാൻ പാടില്ല? റിഫാംബിസിനും INH വരാൻ പാടില്ല കേട്ടോ. റിഫാംബിസിനും INH ഒഴികെ ബാക്കിയുള്ള ഡ്രഗ്സ്, ബാക്കി 5 ഉള്ളതിൽ അല്ലേ, ബാക്കി സോറി മൊത്തം 5, അതിൽ രണ്ടുപേരെ മാറ്റി നിർത്തിയ ബാക്കി 3 പേരിൽ രണ്ടുപേര് റെസിസ്റ്റൻസ് ആയ പോളി ഡ്രഗ് റെസിസ്റ്റൻസ്, 3 പേരും റെസിസ്റ്റൻസ് ആയാൽ പോളി ഡ്രഗ് റെസിസ്റ്റൻസ് കേട്ടോ. ഇനി മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറഞ്ഞാൽ ആ ഈ പറയുന്ന റിഫാംബിസിനോ അല്ലെങ്കിൽ INH ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇൻവോൾവ് ആവും കേട്ടോ. ആരെങ്കിലും ഒരാളും കൂടെ റെസിസ്റ്റൻസ് ആവുന്നതാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് TB. എക്സ്ട്രീംലി ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല അല്ലെ, എല്ലാ ഡ്രഗ്സും പിന്നെ അവർക്ക് പുതിയ മെഡിസിൻ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. പുതിയ മെഡിസിൻ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇത്രയുമാണ് ഇരിക്കേണ്ടത്. MDR-TBയില് ഏതെങ്കിലും ഒരു ഡ്രഗ്സ് മോണോ ഡ്രഗ് റെസിസ്റ്റന്റ്, മോണോ പോളി അല്ലെ. പോളി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡ്രഗ്സ് അല്ലെ, മോർ ദാൻ വൺ ആന്റി ട്യൂബർക്കുലർ ഡ്രഗ് റെസിസ്റ്റന്റ് കാറ്റഗറി അല്ലെ. അവരിൽ എന്ത് വരാൻ പാടില്ല? കൂട്ടത്തിൽ INHും റിഫാംബിസിനും വരാനേ പാടില്ല അല്ലെ. ഈ MDR-TBയില് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് TBയില് INHോ റിഫാംബിസിനോ ഇവർ ആരെങ്കിലും ഒരാളും കൂടെ ചേർന്ന് വേണം എന്ത് ചെയ്യുന്ന ഒന്നോ അതിൽ കൂടുതലോ ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ്. എക്സ്ട്രീമില് എന്ത് ചെയ്യുന്ന എല്ലാ ഡ്രഗ്സും കംപ്ലീറ്റ് TB ഡ്രഗ്സും റെസിസ്റ്റന്റ് ആവുന്നതാണ് XDR-TB അല്ലെ. അപ്പൊ 3 പേരും 5 പേരും റെസിസ്റ്റൻസ് ആവുന്നവർക്ക് പുതിയ മെഡിസിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? എഴുതാലോ? ഓക്കെ, ഇത്ര മാത്രം എഴുതിയാൽ മതി. വെറുതെ കാറ്റഗറി 3, 4 എന്ന് എഴുതണം. MDR ഒറ്റ ഡ്രഗ്സ്, PDR 1+1 അല്ലെ, ഒന്നിൽ കൂടുതൽ ഡ്രഗ്സ്, നോ റിഫാംബിസിൻ, നോ INH. MDR-ൽ എന്ത് ചെയ്യുന്നു? 1+1 അല്ലെ, ഒന്നിൽ കൂടുതൽ ഡ്രഗ്സ് റെസിസ്റ്റന്റ്, ഒന്നിൽ എയ്തർ റിഫാംബിസിൻ അല്ലെങ്കിൽ INH. FDR-ൽ എല്ലാ ഡ്രഗ്സും അടിച്ചു പോകും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ടിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സൈഡിലോട്ട് പോകുന്നു. നമ്മുടെ മൾട്ടി ഡ്രഗ്സ്, സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ഓഫ് എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കി പഠിച്ചോണം കേട്ടോ. കാനാമൈസിൻ, ലിവോഫ്ലോക്സാസിൻ, എത്തനോമൈഡ്, സൈലോസിൻ എന്നൊക്കെ പറയുന്ന ഡ്രഗ്സുകളുണ്ട്. പിന്നെ എക്സ്ട്രീമില് കാപ്രോമൈസിൻ, മോക്സിപ്ലാക്സിൻ, പാരാമിനോ സാലിസിലിക് ആസിഡ്, ഹൈഡോസൈനസ്, ലിനസോയിഡ്, ക്ലോഫ്രോമിക്സിൻ, അമോക്സിക്ലാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പുതിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡോട്ട്സ് 99 ആണ്. ഡോട്ട്സ് 99 കേട്ടോ. ഡോട്ട്സ് 99 ആണെന്നാണ് പുതിയ സ്ട്രാറ്റജി പറയുന്നത്. അതായത് 90% കൂടുതൽ ക്യൂർ നേടിയെടുക്കുക അല്ലെ. നിലവിൽ 50% ഉള്ളൂ അല്ലെ, 90% വേണ്ടിയിട്ടാണ് ഡോട്ട്സ് 99 കേട്ടോ. 99% അല്ല, 90%. ഓക്കെ, അപ്പൊ 99-ല് അതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇന്റൻസീവ് ഫേസ്, കണ്ടിന്യൂസ് ഫേസ് എന്ന് പറഞ്ഞൊന്നുമില്ല. കണ്ടിന്യൂസ് ഡ്രഗ്സ്, FDC, ഫിക്സഡ് ഡോസ് ക്യാമ്പയിൻ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. ഫിക്സഡ് ഡോസ് ക്യാമ്പയിനിങ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ നമ്മള് സ്ട്രെപ്റ്റോമൈസിന്റെ ഡോസ് അനുസരിച്ചാണ് കളർ കോഡിങ് വരുന്നത് കേട്ടോ. സ്ട്രെപ്റ്റോമൈസിന്റെ ഡോസ് അനുസരിച്ചാണ് ഇവിടെ കളർ കോഡിങ് വരുന്നത്. പിന്നെ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം നമ്മൾ നേരത്തെ പഠിച്ച അതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇന്റൻസീവ് ഫേസും കണ്ടിന്യൂഷൻ ഫേസും ഉണ്ട്. പക്ഷെ ദർ ഇസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇന്റൻസീവ് ഫേസ് ആൻഡ് കണ്ടിന്യൂഷൻ ഫേസ് അല്ലെ. അതായത് ഗ്യാപ്പ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്യൂട്ടൺ ടെസ്റ്റ് ഒന്നും ഒരു പണിഷ്മെന്റ് വരും അല്ലെ. നിങ്ങളോട് ഇത്ര ആഴ്ച ഗുളിക കഴിക്കുക, ഇത്ര ആഴ്ച ഗുളിക കഴിക്കുക അല്ലെ. ഗുളിക കഴിക്കുമ്പോൾ ആഴ്ചയിലുള്ള ഡ്രഗ്സിന്റെ ഫസ്റ്റ് ഡ്രഗ് പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ഡ്രഗ് പുറത്തെടുത്തിട്ട് ആ ഡ്രഗിന്റെ ബാക്ക് സൈഡ് അല്ലെ, അതിന് അലൂമിനിയം ഫോയിലിനകത്ത് ഒരു കോഡ് കാണും അല്ലെ. ആ കോഡ് എന്ത് ചെയ്യും? അവർ വിളിക്കും. സമയത്ത് രാവിലെ അവർ വിളിക്കും, ഫോൺ വരും. നിക്ഷയ 9090 എന്ന്
ഫോൺ വരും അല്ല, വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ അകത്തിരിക്കുന്ന കോഡ് അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ല. കോഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അത് എൻറ്റർ ചെയ്യും അല്ല, എൻറ്റർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആശാ വർക്കർ നമ്മളെ വീട്ടിൽ വന്നിട്ട് കോഡ് ടാബ്ലറ്റ്സ് പൊട്ടിച്ച് നമ്മളെ കഴിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, കോഡ് അവർക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പൊ ഇതാണ് ആശാ വർക്കറുടെ ജോലി. ഓക്കെ, അപ്പൊ വീണ്ടും പറയുന്നു, ഫിക്സഡ് ഡോസ് ക്യാമ്പയിനിങ് എന്നുള്ള രീതിയിലാണ് എന്ത് കൊടുക്കേണ്ടത്, ഇത് കൊടുക്കേണ്ട. കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി 2 ഉണ്ട് കേട്ടോ. കാറ്റഗറി 1 ഒക്കെ പഴയ പോലെയാണ്. Okay. ഇവിടെ നമുക്ക് അഡീഷണൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഡ്രഗിൽ ഇവിടെ ഒരു ഡ്രഗും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വെഡാക്സിലിൻ കേട്ടോ. ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ നമ്മൾ 5 പേരെയാണ് വരുന്നത്. ഇനി 6ാമത് ഒരു പുതിയ കൂട്ടുകാരനെയും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് വെഡാക്വിലിൻ ആൻഡ് ഡെൽമാനൈഡ് കേട്ടോ. വെഡാക്വിലിൻ അല്ലെങ്കിൽ ഡെൽമാനൈഡ് ഈസ് ദ ന്യൂവസ്റ്റ് ഡ്രഗ്സ് ഫോർ ഡോട്ട്സ് 19 അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ആഡ് ചെയ്തിരിക്കുന്ന ന്യൂവസ്റ്റ് ഡ്രഗ്സ് കേട്ടോ. അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അവർ സ്ട്രെപ്റ്റോമൈസിൻ എല്ലാം ഇട്ട് തരും അല്ല, എന്നിട്ട് ബാക്കി 2 വേണമെങ്കിൽ ക്ലാരിത്രമൈസിൻ അതൊക്കെ ഇട്ട് തന്നിട്ട് അല്ല, ഒരു റിഫാംബിസിനും അല്ല എല്ലാം കൂടെ മാറ്റിയിട്ട് അവസാനം ഒരു ബെഡാക്വിലിനും കാണും. എല്ലാവരും വിചാരിക്കും ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് ചാടിക്കയറി റിഫാംബിസിൻ എഴുതി വെക്കും, പരീക്ഷയ്ക്ക് തെറ്റി കിട്ടും കേട്ടോ. അങ്ങനെ തെറ്റ് വരാൻ പാടില്ല. ബെഡാക്വിലിൻ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എഴുതാനുള്ള പോയിന്റ് ഇത്രേ ഉള്ളൂ. 9 ഡോട്ട്സ് 99 ആഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന്റെ പേര് ബെഡാക്വിലിൻ കേട്ടോ. കളർ കോഡിംഗ് ഉണ്ട്, നോട്ട് വായിച്ചാൽ മതി. സ്ട്രെപ്റ്റോമൈസിൻ ബേസ് ചെയ്തിട്ടുള്ള ഡോസ് ബേസ് ചെയ്തിട്ടുള്ള കളർ കോഡുകൾ ഉണ്ട്. അത് ലീവ് ഇറ്റ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് കണ്ടിന്യൂവേഷൻ അല്ല, ഫിക്സഡ് ഡോസ് ക്യാമ്പയിൻ എന്നുള്ള രീതി കേട്ടോ. കാറ്റഗറി 1 ഇത്ര നാള്, കാറ്റഗറി 2 ഇത്ര നാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറ്റഗറി 1 എന്ന് പറയുന്നത് 24 ആഴ്ചയും കാറ്റഗറി 2 28 ആഴ്ചയും. 24 ആഴ്ച 28 ആഴ്ച അല്ല, 24 ആഴ്ച എന്ന് പറയുമ്പോൾ 6 മാസം, 28 ആഴ്ച എന്ന് പറയുമ്പോൾ 7 മാസം. കാറ്റഗറി 2കാർക്ക് 7 മാസം കൊണ്ട് ട്രീറ്റ്മെന്റ് കഴിയും. കാറ്റഗറി 1കാർക്ക് 6 മാസം കൊണ്ട് ട്രീറ്റ്മെന്റ് കഴിയും. ക്ലിയർ ആണോ? പഠിച്ചോ? ടി ബി കഴിഞ്ഞു. ടി ബി ഓക്കെ ആണോ? ശാന്തമായോ? ടി ബി ഇത്രയേ ഉള്ളൂ അല്ലെ. ടി ബിയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടി ബിയിൽ ആ ഓർഗാൻസുകൾ പരിചയപ്പെട്ടു. ടൈപ്സ് ഓഫ് ടി ബി, ട്യൂബർക്ലോസിസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി അല്ലെ. അതിന്റെ പതോഫിസിയോളജി എന്താണെന്ന് നമ്മൾ നോക്കി. അതിന്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി അല്ലെ. ഓക്കെ, നമ്മൾ BCG വാക്സിൻ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം അല്ല. പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഡ്രഗ്സുകൾ പഠിച്ചു. ഡ്രഗ്സിന്റെ ടൈപ്സ് പഠിപ്പിച്ചു. ഏതൊക്കെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു. ഡോട്ട്സ് 99 ആഡ് ചെയ്ത് ആരാണെന്ന് വെച്ചു. പിന്നെ FTSC ക്യാമ്പയിൻ ക്ലിയർ. ഓക്കെ, ഓക്കെ ആണല്ലോ? ടി ബി ഓക്കെ ആണോ? മനസ്സിൽ നിന്ന് പോകുമോ ടി ബി? ഇല്ലല്ലോ. ടി ബി മനസ്സിലായോ? ടി ബി ഓക്കെ ആണല്ലോ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞാൻ എന്റെ ക്ലാസ് ഉള്ള ദിവസം നിങ്ങൾ ആ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നോട്ട് എഴുതുക. ആ നോട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. പുറകെ നിങ്ങൾ കുറെ നോട്ട്സ് അവിടെ ഇവിടെയൊക്കെ കാണും. അവിടെ ഇവിടെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽ കാണും, അത് കാണും, ഇത് കാണും. ഒന്നിനെ പറ്റി ബോധറാണ് കേട്ടോ. ഡോണ്ട് വറി അറ്റ് ഓൾ. അത്രേ ഞാൻ പറയുന്നു. ഡോണ്ട് വറി അറ്റ് ഓൾ കേട്ടോ. അപ്പൊ ചെയ്യാനുള്ള ഇത്രേ ഉള്ളൂ. ഫോളോ മീ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഫോളോ മീ. ഞാൻ എന്താണോ പഠിപ്പിച്ചു വിടുന്നത് അത് നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, അത്രയും നമ്മൾ നോക്കി. ഇറ്റ്സ് എ സ്മാർട്ട് വർക്ക്. നമ്മൾ ചെയ്യുന്നത് സ്മാർട്ട് വർക്കാണ്. അത് മാത്രം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കൃത്യമായിട്ടുള്ള റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അത് മാത്രം പഠിച്ചു കേട്ടോ. എല്ലാം കൂടെ അവിടുന്ന് പഠിച്ച് ഇവിടുന്ന് പഠിച്ച് അവിയൽ പരുവാക്കി വെക്കരുത് കേട്ടോ. അവിയൽ പരുവാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ അവസാനം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട ഒരാവശ്യം? ഒന്നും ആവശ്യമില്ല. സിമ്പിൾ വേയിൽ കാൽക്കുലേഷൻ ചെയ്തെടുക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പഠി കേട്ടോ. ഓക്കെ, ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആഴ്ച 3-4 ദിവസമേ ഉള്ളൂ. ബാക്കി സമയമൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ. നോ പ്രോബ്ലം. അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എഴുതുന്ന നോട്ട് പക്കയായിട്ട് പഠിച്ചിരിക്കണം. കുറച്ച് നോട്ട് എഴുതണം. പിന്നെ MCQ അതൊക്കെ ചെയ്ത് നോക്കണം. അതൊക്കെ നോക്കണം. അത്രയും മതി. പിന്നെ നമ്മൾ ഒത്തിരി ബർഡൻ എടുത്ത് എല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കരുത്. പുതിയ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാനോ എടുക്കാനൊന്നും നമ്മുടെ നോളജ് എപ്പോഴും നമ്മളൊന്ന് അപ്ഡേറ്റ് ആക്കിക്കൊണ്ട് പോയിക്കണം. അത്രേ ഉള്ളൂ. കാരണം ഇതിനകത്ത് പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല. കമ്മ്യൂണിറ്റി എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർക്കാൻ കഴിയും. അക്കോർഡിംഗ് ടു അവർ നോട്ട് ബുക്ക്. ഞാൻ എഴുതിയ നോട്ട് ബുക്ക് വെച്ച് ഞാൻ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് എനിക്ക് ഓർക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരിക്കണം. അല്ല, അത്രേ ഉള്ളൂ. അല്ല, അത്രേ ഉള്ളൂ ഇതിനകത്ത് ടെക്നിക്ക് എന്ന് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ കാര്യം കേൾക്കുമ്പോൾ എന്റെ നോട്ട് ബുക്കിലെ പിക്ചർ ആയിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്. അല്ലെ, ഞാൻ നോട്ടിൽ എഴുതിയത്. നമ്മൾ ഒരു സാനിറ്ററി വെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളെ നോട്ടിൽ സാനിറ്ററി വെല്ല് എഴുതിയത് വേണം നിങ്ങളുടെ മൈൻഡിനകത്ത് വരാൻ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, പഠിച്ചു വരാൻ. ഓക്കെ, രണ്ടാമത്തെ കേസിലോട്ട് നമ്മൾ പോകുന്നു. കേസിന്റെ പേരാണ് മലേറിയ കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള രണ്ടാമത്തെ കേസാണ് മലേറിയ അല്ലെ. ഇഷ്ടംപോലെ അസുഖങ്ങൾ വരുന്നതാണ്, റിപ്പോർട്ട് ചെയ്യുന്നതാണ്.
നിങ്ങൾ പഠിക്കാൻ പോകുന്ന ESAയിലും കേസുകൾ വരുന്നതാണ്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന DMEയിൽ ഇഷ്ടം പോലെ കേസുകൾ വരുന്ന കണ്ടീഷനാണ് മലേറിയ, അല്ലെ? മലേറിയ ബാധിച്ച ആൾക്കാർ. ഓക്കെ ഓക്കെ. എനിവേ പ്രോട്ടോസോവൽ പാരസൈറ്റിക് വെക്ടറിന്റെ കൂടെയാണ് അല്ല ഇത് എന്ത് ചെയ്യുന്നത്, ട്രാവൽ, അല്ല ഒരു പ്രോട്ടോസോവലാണ്, അല്ലെ? പ്രോട്ടോസോവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു വര, അല്ലെ? ഒരു വരയാണ് എന്തെന്ന് പറയുന്നത് ഈ മലേറിയ ഉണ്ടാക്കുന്നത്, അല്ലെ? പ്രോട്ടോസോവൽ പാരസൈറ്റ്, അല്ലെ? അപ്പം വെക്ടർ, അല്ലെ? ഇവിടെ രണ്ടുപേരാണ് കഥാപാത്രങ്ങൾ, അല്ലെ? എന്ന് പറയുമ്പോൾ വെക്ടറും വരയും, അല്ലെ? അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസവും വെക്ടറും, അല്ലെ? എന്ന് പറയുമ്പോൾ അത് എന്ത് വെക്ടർ ആയിരിക്കും? മെക്കാനിക്കൽ വെക്ടർ ആയിരിക്കും, ബയോളജിക്കൽ വെക്ടർ ആയിരിക്കും? ഏതായിരിക്കും? ബയോളജിക്കൽ വെക്ടർ. ഒരു ബയോളജിക്കൽ വെക്ടർ, വെക്ടർ എന്ന് പറയുന്നത് പ്രോട്ടോസോവൽ പാരസൈറ്റ്, അല്ലെ? ഓക്കെ. വര വെക്ടർ. വെക്ടർ എന്ന് പറയുന്ന ആരായിരിക്കും ഇവിടെ? ഇവിടെ വെക്ടർ ആരാ? വെക്ടർ ആരാ? പ്രോട്ടോസോവൽ പാരസൈറ്റിനെ കൊണ്ട് നടക്കുന്ന ആരാ? ആരാണ് വെക്ടർ? ആരാണ്? മലേറിയയിലെ വെക്ടർ ചോദിച്ചാൽ ആരെഴുതും? ആ, വെക്ടറി മാറാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ പ്ലാസ്മോഡിയാണ്. പ്ലാസ്മോഡിയാണോ വെക്ടർ? പ്ലാസ്മോഡി ഈസ് ദ പാരസൈറ്റ്. വെക്ടർ ആരാണ്? വെക്ടർ ആരാണ് ഇവിടെ? വെക്ടർ കൊതുക്, അല്ലെ? കൊതുകല്ലേ വെക്ടർ? മൊസ്കിറ്റോ. മൊസ്കിറ്റോ ഈസ് ദ വെക്ടർ, അല്ലെ? ഏതാണ് മൊസ്കിറ്റോയുടെ പേരെന്താണ്? എന്താണ് മൊസ്കിറ്റോയുടെ പേര്? മലേറിയ പരത്തുന്ന മൊസ്കിറ്റോ ഏതാണ്? മലേറിയ പരത്തുന്ന മൊസ്കിറ്റോയുടെ പേരെന്താണ്? പറഞ്ഞേ. മലേറിയ പരത്തുന്ന മൊസ്കിറ്റോ ഏതാണ്? ഏത് മൊസ്കിറ്റോ ആണ് മലേറിയ പരത്തുന്നത്? പറഞ്ഞോ, അറിയാവുന്നൊരു പറ, കേക്കട്ടെ. ആ അനാഫിലസ് മൊസ്കിറ്റോ കറക്റ്റ് തന്നെ. അനാഫിലസ് അല്ല, ഫീമെയിൽ അനാഫിലോസ് മൊസ്കിറ്റോ, അല്ല? ഫീമെയിൽ അനാഫിലോസ് മൊസ്കിറ്റോ, അല്ല? ഫീമെയിൽ അനാഫിലോസ് മൊസ്കിറ്റോ. ഓക്കെ. ഫീമെയിൽ അനാഫിലസ് മൊസ്കിറ്റോ, അല്ല? എന്തുകൊണ്ടാണ് ഈ ഫീമെയിൽ എന്നുള്ള വേർഡ് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പലരും പല അഭിപ്രായമാണ് പറയുന്നത്. ചിലർ പറയുന്നു ഇതിന്റെ ഇൻഡസ്ട്രിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്, അല്ല? എന്ന് പറയുന്നു. ചിലര് എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നുണ്ട് ഓവറിയിലാണ്, അല്ലെ? ഓവറിയിലാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫീമെയിൽ അനഫിലോസ് എന്നുള്ള വേർഡ് കൊടുത്തത്, കേട്ടോ? ഫീമെയിൽ അനഫിലോസ്, അതായത് ഓവറിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്, കേട്ടോ? അപ്പൊ അതാണ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ ഫീമെയിൽ അനഫിലോസ് മൊസ്കിറ്റോ ഭക്ഷിക്കുന്നു, അതെന്ത് ചെയ്യുന്നു, വിഴുങ്ങുന്നു, അത് അങ്ങനെ അത് അതിന്റെ ഓവറിയിൽ മൾട്ടിപ്ലൈ ചെയ്തു. ചിലർ പറയുന്നു അതിന്റെ ഇൻഡസ്ട്രിയിൽ മൾട്ടിപ്ലൈ കേട്ടോ. എന്തായിക്കോട്ടെ, കോൺട്രവേഴ്ഷ്യൽ കേട്ടോ, നമ്മൾ ആ വഴിക്ക് വിട്ടേക്കുന്നു. എനിവേ നമ്മൾ അതുകൊണ്ടാണ് ഫീമെയിൽ അനഫിലോസ് മൊസ്കിറ്റോ മെയിൽ എന്നുള്ള പേര് കൊടുക്കാത്തത്. ഓക്കെ, ഫീമെയിൽ അനഫിലോസ് മൊസ്കിറ്റോ. ഓക്കെ. ഇപ്പൊ മൊസ്കിറ്റോ രണ്ട് ടൈപ്പ് മൊസ്കിറ്റോ ആണ്. ഫീമെയിൽ അനഫിലോസ് മൊസ്കിറ്റോ എന്ന് പറഞ്ഞാൽ അത് ടൗണിലുള്ള മൊസ്കിറ്റോ. ടൗണിലുള്ള മൊസ്കിറ്റോയ്ക്ക് പറയുന്ന പേരെന്താണ്? മലേറിയ, അല്ല? ടൗണിലുള്ള മൊസ്കിറ്റോ, അല്ല സോറി, ടൗണിലല്ല, ഗ്രാമപ്രദേശത്തിലുള്ള മൊസ്കിറ്റോ, കേട്ടോ? ദാറ്റ് ഈസ് റൂറൽ, കേട്ടോ? റൂറൽ ഏരിയയിലാണ് എന്തെന്ന് പറയുന്ന ഫീമെയിൽ അനഫിലോസ് മൊസ്കിറ്റോ, കേട്ടോ? അർബൻ ഏരിയ ആണെങ്കിൽ ഇതിന്റെ പേര് മാറും. എന്താണ് അർബൻ ഏരിയയിലെ മൊസ്കിറ്റോ? ഏതാണ് മലേറിയ പരത്തുന്ന അർബൻ ഏരിയ മൊസ്കിറ്റോ, കേട്ടോ? അത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെഫിനിസി, കേട്ടോ? സ്റ്റെഫിനസി, സ്റ്റെഫിനസി, കേട്ടോ? സ്റ്റെഫിനസി അനോഫിലസ് ആണ്, കേട്ടോ? മറ്റേതിന് അനോഫിലസിൽ ക്യൂൾസിഫസ് അനോഫിലസ് എന്നാണ് പറയുന്നത്. എനിവേ റൂറലിസ് ക്യൂൾസിഫസും അർബനിസ് സ്റ്റെഫിനസി, കേട്ടോ? ആ വേർഡും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ, കേട്ടോ? പരീക്ഷ പോയിന്റ് ഒന്നുകൂടെ പറയുന്നു. മലേറിയ വെക്ടർ ബോൺ ഡിസീസ്, ബയോളജിക്കൽ വെക്ടർ ബോൺ ഡിസീസ്. പാരസൈറ്റിന്റെ പേര് പ്ലാസ്മോഡിയം, കേട്ടോ? വെക്ടറിന്റെ പേര് ഫീമെയിൽ അനഫിലോസ് മൊസ്കിറ്റോ, കേട്ടോ? വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഓവറി എന്നുള്ള കാര്യം എത്തിക്കും, കേട്ടോ? ഇവിടെ റൂറൽ മലേറിയ ഉണ്ട്, അർബൻ മലേറിയ ഉണ്ട്, കേട്ടോ? റൂറലിൽ വരുത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ ക്വിൽഫിസസ് അനോഫിലസ്, കേട്ടോ? രണ്ടും അനോഫിലസ് തന്നെയാണ്. അർബൻ ആണെങ്കിൽ സ്റ്റെഫിനസി, കേട്ടോ? ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം, കേട്ടോ? അല്ലെ? അപ്പം അല്ലെ, റൂറലിൽ കാലിത്തൊഴുത്തുണ്ടായിരുന്നു, അല്ലെ? അല്ലെ, ഗ്രാമപ്രദേശങ്ങളിൽ കാലിത്തൊഴുത്ത് കാണാം, അല്ലെ? എവിടെ പോയാലും. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചു, കേട്ടോ? കൽസിഫസ്, കാലിത്തൊഴുത്തിന് പകരം കൽസിഫസ് എന്ന് ഓർത്ത് വെച്ചിട്ട്. ഓക്കെ. അർബനിൽ സ്റ്റെഫിനസി, അല്ലെ? സ്റ്റെഫിനസി അല്ലെ, സ്റ്റെഫിനസി. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക,
വെച്ചേക്കാം കേട്ടോ. അപ്പൊ പ്ലാസ്മോഡിയം സ്പീഷീസ് 4 ടൈപ്പ് ഉണ്ട്. പ്ലാസ്മോഡിയം സ്പീഷീസ് വൈവാക്സ്, ഫാൽസിപ്പരം, ഓവേൽ ആൻഡ് മലേറിയ കേട്ടോ. ഇതിൽ ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത് ആരാണ്? ഫാൽസിപ്പാരം കേട്ടോ. ഫാൽസിപ്പാരമാണ് ഡേഞ്ചർ. എന്തുകൊണ്ടാ വെച്ചാൽ സെറിബ്രൽ മലേറിയ ഉണ്ട്, അതായത് സെറിബ്രൽ എൻസെഫലോപ്പതി ഒക്കെ ഉണ്ട്. ഫാൽസിപ്പാരം ഇസ് ദ ഡേഞ്ചറസ്. ഇന്ത്യയിൽ കൂടുതൽ കണ്ടുവരുന്ന വിവാഫോൺ എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വിവാക്സ് കേട്ടോ. വിവാക്സ് ആണ് ഇന്ത്യയിൽ കണ്ടുവരുന്നത്. ഓക്കെ, മോസ്റ്റ് കോമൺലി ഇന്ത്യയിൽ വിവായുടെ ഫോൺ ആണ് ഇന്ത്യയിൽ കൂടുതൽ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓവേല് വളരെ റെയർ കേട്ടോ, 1% ഉള്ളൂ, വളരെ റെയർ. ഇനി ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടുന്ന മസ്കിറ്റോയാണ് മലേറിയ കേട്ടോ. ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നതാണ് കേട്ടോ. പക്ഷെ ഈ ഒവേലും വൈവാക്സും ആണ് എപ്പോഴും കമ്പൈൻഡ് കേട്ടോ. എപ്പോഴും ഒന്നിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒവേല് വൈവാക്സ്. ഫാൽസിപ്പാരത്തിനാണ് നമ്മൾ സെറിബ്രൽ മലേറിയ എന്നൊക്കെ പറയാം അല്ലെ. മലേറിയക്ക് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ പറയും കേട്ടോ. ബ്ലഡ് ഒക്കെ ലൈസൻസ് ആയി പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് മലേറിയ, ഡേഞ്ചർ മലേറിയ ചോദിച്ചാൽ സെറിബ്രൽ ഫാൽസി. ഓക്കെ, ഇത്രയും കത്താത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണല്ലോ? പോയിന്റ് ഒക്കെ ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലാണല്ലോ? ഓക്കെ. മലേറിയ എന്ന് പറയുന്ന അസുഖം പകരുന്ന അല്ലെ, മലേറിയ എന്ന് പറയുന്ന അസുഖം എങ്ങനെയാണ് പകരുന്ന? കൊതുക് കടിച്ച് അല്ലെ, മൊസ്കിറ്റോ ബൈറ്റ് അല്ലെ. അപ്പൊ മൊസ്കിറ്റോ ബൈറ്റ് എന്ന് പറയുമ്പോൾ മൊസ്കിറ്റോ എന്ത് ചെയ്യുന്നു? ആ വരെ ശരീരത്തിൽ കൊണ്ടുവന്ന്, മനുഷ്യന്റെ ശരീരത്തിൽ കൊണ്ടുവന്ന് കുത്തിവെച്ചു കൊടുക്കും അല്ലെ. അപ്പൊ മൊസ്കിറ്റോ അല്ലെ, ആ വരയെ വേണ്ടി ആദ്യം മുട്ടയിടുന്നത് ഓവറിയിൽ അല്ല. ആ മൊസ്കിറ്റോ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മൊസ്കിറ്റോയിലാണ് കേട്ടോ. മൊസ്കിറ്റോയെ നമ്മൾ പ്രൈമറി ഹോസ്റ്റ് എന്നും മാനെ നമ്മൾ സെക്കൻഡറി ഹോസ്റ്റ് എന്നും കേട്ടോ. മനുഷ്യ ശരീരത്തിൽ അത് മെച്ചർ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ മെച്ചർ ആയതാണ് എന്ത് ചെയ്യുന്നത്? ആ മെച്ചറായ ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള അല്ലെ മൊസ്കിറ്റോ ഫീസസ് അല്ലെ, സ്റ്റൂളിലൂടെ ഒക്കെ പോവും. പിന്നെ അത് വെള്ളത്തിൽ കലരും. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യും? കൊതുക് കൊത്തിക്കൊണ്ടുവരും അല്ലെ. എന്നിട്ട് അത് അതിന്റെ ശരീരത്തിനകത്ത് കയറി മുട്ടയിടും അല്ലെ. മുട്ടയിട്ട് വീണ്ടും അല്ലെ കുഞ്ഞുങ്ങളായിട്ട് എന്ത് ചെയ്യും? പുറത്തു വന്ന് വീണ്ടും കുത്തിവെക്കും. ഓക്കെ, വീണ്ടും മനുഷ്യ ശരീരത്തിൽ കയറുന്നു, ഡെവലപ്ഡ് ആവുന്നു, വലുതായിട്ട് പുറത്തു പോകുന്നു. ഓക്കെ, വലുതായിട്ട് പുറത്തു പോകുന്നു അല്ലെ. വീണ്ടും അതിനെ ഭക്ഷിക്കുന്നു മൊസ്കിറ്റോ അല്ലെ. മൊസ്കിറ്റോയുടെ ശരീരത്തിൽ വീണ്ടും കയറുന്നു അല്ലെ. വീണ്ടും അതെന്ത് ചെയ്യുന്നു? അതിന്റെ ഓവറിയിൽ കുഞ്ഞിനെ വിരിയിക്കുന്നു, വീണ്ടും കൊണ്ടുവന്ന് കുത്തിവെക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ സൈക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ആ മലേറിയ സൈക്കിളിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? മലേറിയ സൈക്കിൾ എന്ന് പറയുന്ന പേരെന്താണ്? മലേറിയ സൈക്കിൾ എന്ന് പറയുന്ന പേരെന്താണ്? എന്താണ് ആ പേര്? മലേറിയ സൈക്കിൾ നമ്മൾ വേറെ പേര് പറയും, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആ, ഏത് സൈക്കിളാണ്? മലേറിയ സൈക്കിൾ എന്ന് പറയുന്ന പേരെന്താണ്? റോസ് സൈക്കിൾ കേട്ടോ. അത് നമുക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ കേട്ടോ. റോസ് സൈക്കിൾ ഈ അടുത്തിടയ്ക്ക് ചോദിച്ചാണ് അല്ലെ പരീക്ഷയ്ക്ക്. റോസ് സൈക്കിൾ സീൻ ഇൻ വിച്ച് കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് മൊസ്കിറ്റോ എന്ന് പറയുന്ന പ്രൈമറി ഹോസ്റ്റ്, മാൻ എന്ന് പറയുന്നത് സെക്കൻഡറി ഹോസ്റ്റ് കേട്ടോ. പ്രൈമറി എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഹോസ്റ്റ്, ദാറ്റ് ഈസ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ശരിക്കും ഹോസ്റ്റ് അല്ലെ. പരീക്ഷയ്ക്ക് ഒരു പ്രതിപാദത്തിൽ ശരിക്കും മുതലാളി അല്ലെ. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മൊസ്കിറ്റോ ആണ്. മാൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റ്. ഇന്റർമീഡിയറ്റ് അല്ലെ. ജസ്റ്റ് ഒരു വലിയ റോളൊന്നുമില്ല, ഇന്റർമീഡിയറ്റ് ഒന്നും എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു, പുറത്തു വിടും കേട്ടോ. ഇന്റർമീഡിയറ്റ് അല്ല. സെക്ഷൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന മലേറിയയിലാണ്. മനുഷ്യനിൽ സെക്ഷൽ സൈക്കിൾ മൊസ്കിറ്റോയ്ക്ക് ഇല്ല, ദാറ്റ് ഈസ് അസെക്ഷൽ സൈക്കിൾ. അസെക്ഷൽ സൈക്കിൾ. ഓക്കെ, ഇവിടെ നമ്മൾ സ്പോറോഗണി അല്ലെ, കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. സ്പോറോഗണി ഗണി അല്ലെ, കുഞ്ഞുങ്ങൾ സ്പോറോഗണി ആയിട്ട് വരുന്നു. ഇവിടെ സ്കീസോഗണി ആയിട്ട് പുറത്തു അല്ലെ. സ്കീസോഗണി എന്ന് പറയുമ്പോൾ വലുതായിട്ട് അല്ലെ, വലിയ മെച്ചർ ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിട്ട് പുറത്തു പോകും അല്ലെ. ഇവിടെ സ്പോറോഗണി അല്ലെ. സ്പോറോഗണി എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങള്, സ്കീസോഗണി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സ്പോറോസോയിഡ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്ന? ശരീരത്തിൽ കയറുന്നത് അല്ലെ. മനുഷ്യ ശരീരത്തിൽ കയറുന്നത് സ്പോറോസോയിറ്റ് ആയിട്ട് അല്ലെ. ഇനി മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് സ്കീസോസോയിഡ്സ് ആയിട്ടാണ് പുറത്തു പോകുന്നത് കേട്ടോ. സ്പോറോഗണി അല്ലെങ്കിൽ സ്പോറോസോയിഡ്സ് അല്ല. സ്കീസോഗണി അല്ലെങ്കിൽ സ്കീസോസോയിഡ്സ് കേട്ടോ. സിംഗുലർ, പ്ലൂറൽ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ പറയാം കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. ക്യുൽസിഫസ് സ്റ്റെഫനസി എഴുതണം. ക്യുൽസിഫസ് കാലിത്തൊഴുത്ത് എവിടെയാണ്? റൂറൽ ഏരിയ. സ്റ്റെഫനസി അർബൻ ഏരിയ. അങ്ങനെ വേണം പഠിച്ചു. ഓക്കെ, നമുക്ക് 2 ഹോസ്റ്റുകളാണ്, മൊസ്കിറ്റോ ആൻഡ് മാൻ. മൊസ്കിറ്റോ എന്ന് പറയുന്ന ആദ്യത്തെ ആള്, മെയിൻ ആള്, പ്രൈമറി. മാൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ
അല്ലെ സെക്കൻഡ്. പ്രൈമറി എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് എന്ത് ചെയ്യാന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവാനുള്ള കഴിവുണ്ട് അല്ലെ, അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യുന്നു മെയിൻ ആൾ അല്ലെ, മെയിൻ അല്ലെ. ഇപ്പൊ ഫാമിലി എടുത്താലും മദറാണ് ഇപ്പൊ ഹെഡ് ഓഫ് ദ ഫാമിലി. മദറിലൂടെയാണ് ജനറേഷൻ വരുന്നത് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൊസ്കിറ്റോയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ഫുൾ പവർ കൊടുത്തേക്കാണ് കേട്ടോ. പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്ന മൊസ്കിറ്റോ, സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? മാൻ. ഓക്കെ. മൊസ്കിറ്റോയെ നമ്മൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് വിളിക്കുന്നു അല്ല. ഫുൾ പവർ കൊടുക്കുന്നതുകൊണ്ട് ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. മനുഷ്യ അല്ല, മാനിലോട്ട് വന്നാൽ അത് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയും അല്ല. അതായത് സെക്ഷൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന മൊസ്കിറ്റോയിൽ ഇവിടെ സെക്ഷൽ സൈക്കിൾ കംപ്ലീറ്റ് അല്ല. സ്പോറോഗോണി അല്ലെങ്കിൽ സ്പോറോസോയിഡ്സ് ആയിട്ട് ജനിക്കുന്നു. സ്കീസോഗണി അല്ലെങ്കിൽ സ്കീസോസോയിൻസ് ആയിട്ട് പുറത്തിറങ്ങും. ക്ലിയർ ആണോ? ഇത്ര മനസ്സിലായോ? റൊണാൾഡോ റോഡ് സൈക്കിൾ ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഫോർ ദ എക്സാം പോയിന്റ് ആണ് ഈ 4 പോയിന്റും. എക്സാം പോയിന്റ് ആണ് 4 പോയിന്റും. എക്സാം പോയിന്റ് ആണ് സെക്ഷൽ സൈക്കിൾ, അസെക്ഷൽ സൈക്കിൾ, ഡെഫിനിറ്റീവ് ഹോസ്റ്റ്, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എല്ലാം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? 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 മനസ്സിലായല്ലോ? ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. സ്പോറോഗണിയായിട്ട് പുറത്തു പോകുന്നു, സ്കീസോഗണിയായിട്ട് അല്ലെങ്കിൽ സ്കീസോസോയിറ്റ് ആയിട്ട് മനുഷ്യരിലൂടെ പുറത്തു പോകും. അപ്പൊ ഇവര് നമ്മളില്ല ബെല്ലാരി രാജ സിനിമ പറഞ്ഞ പോലെ അല്ലെ, പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് ഇവര് അറിയപ്പെടുന്നത് കേട്ടോ. അതായത് ആദ്യം ബ്ലഡിൽ പോകും അല്ലെ. ബ്ലഡില് എന്തായിട്ടാണ് ഇവർ പോകുന്നത്? ഹീമോസോയിൻസ് കേട്ടോ. ബ്ലഡിൽ പോകുമ്പോൾ ഇവരെ പേര്, ബ്ലഡിൽ ഇവര് ഹീമോസോയിൻസ്. ബ്ലഡിലൂടെ ഇവര് ലിവറിൽ പ്രവേശിച്ചാൽ ഹിപ്നോസോയിഡ്സ്. ഹെപ്പാറ്റോസോയിഡ്സ് എന്നുള്ള രീതിയിൽ ഹിപ്നോസോയിഡ്സ്. വീണ്ടും തിരിച്ചു വരും. ബ്ലഡിൽ നിന്ന് ലിവറിൽ പോയി ലിവറിൽ കുറെ നാൾ ഇരിക്കും കേട്ടോ. ലിവറിൽ കുറെ നാള് ലിവറിനകത്ത് ഇരുന്നിട്ട് തിരിച്ചിറങ്ങും കേട്ടോ. ദാറ്റ് ഈസ് ട്രോഫോസോയിഡ്സ് കേട്ടോ. ട്രോഫോസോയിഡ്സ്. ട്രോഫോസോയിഡ്സ് ആയിട്ട് അപ്പൊ 3 ഹീമോസോയിഡ്സ് ആയിട്ട് ബ്ലഡിൽ വന്നു അല്ല. മൊസ്കിറ്റോ കൊണ്ടുവന്ന് ബ്ലഡിൽ കുത്തിവെച്ചു. ബ്ലഡിനകത്ത് ഹീമോസോയിഡ്സ് ആയിട്ട് പോയി നേരെ ലിവർ വെച്ച് പിടിക്കും അല്ലെ. നേരെ ബ്ലഡിലൂടെ പോയി ലിവറിൽ പോയി എന്ത് ചെയ്യും? ഒളിച്ചിരിക്കും. നോൺ ഡോമിനന്റ് സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ലിവറിൽ ഇരിക്കുന്ന നോൺ ഡോമിനന്റ് സ്റ്റേജ് അല്ലെ. അതായത് മലേറിയ കഴിഞ്ഞ് കുറെ നാൾ ആൾക്കാർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കത്തില്ല, കാരണം ലിവറിൽ അവർ ഒളിച്ചിരിക്കും കേട്ടോ. അപ്പൊ നോൺ ഡോമിനന്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഹിപ്പോസോയിഡ്സ് അവിടെ നിന്ന് എവിടെ എത്തും? ട്രോപ്പോസോയിഡ്സ് ആയിട്ട് പുറത്തു വരും കേട്ടോ. പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ സെറിബ്രൽ മലേറിയ അല്ല, അല്ലെങ്കിൽ ഈ ഫാൽസിപ്പാരം നേരെ ബ്ലഡിനെ എല്ലാം ലൈസിസ് കേട്ടോ. RBC ലൈസിസ് ഉണ്ടാക്കും. വൈവാക്സ് ആണെങ്കിൽ ജോണ്ടിസ് ഉണ്ടാക്കും കേട്ടോ. വൈവാക്സ് ജോണ്ടിസ് ഉണ്ടാക്കും. ഫാൽസിപ്പാരം ബ്ലാക്ക് വാട്ടർ ഫീവർ കേട്ടോ. മലേറിയ വന്നാൽ 3 വർഷത്തേക്ക് ബ്ലഡ് കൊടുക്കാൻ പാടില്ല. എൻഡമിക് ഏരിയയിൽ നിന്ന് ആര് വന്നാലും ബ്ലഡ് എടുക്കത്തില്ല, അല്ലെങ്കിൽ മിനിമം എൻഡമിക് ഏരിയയിൽ 1 വർഷം കഴിയാതെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ. ക്ലിയർ ആണോ? അപ്പം മനുഷ്യരിൽ സൈക്ലോ പ്രൊപ്പഗേറ്റിംഗ് വെക്ടറിന്റെ കാറ്റഗറിയിലാണ് ഇത് വരുന്നത് കേട്ടോ. ജനറ്റിക്കൽ മലേറിയ റെസിസ്റ്റൻസ് ഉള്ളവരാണ് സിക്കിൾ സെൽ അനീമിയ കേട്ടോ. സിക്കിൾ സെൽ അനീമിയ ഉള്ളവർക്ക് എത്ര കൊതുക് മലേറിയ ഒന്ന് കടിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല അല്ലെ. 2 കൈ നീട്ടി കൊടുക്കാം, എല്ലാ കൈയിലും കൊതുക് അടിച്ചോ ഒരു പ്രശ്നമില്ല. കാരണം ബ്ലഡിനകത്ത് കയറിയാൽ സിക്കിൾ സെൽ അരിവാൾ പോലെ ആയിരിക്കും അല്ലെ. അതിനെന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും കേട്ടോ. അതുകൊണ്ട് സിക്കിൾ സെൽ അനീമിയ ഇസ് ദ ജനറ്റിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എന്താണ് ഈ പറയുന്ന മലേറിയ. അപ്പൊ ഇത്ര പോയിന്റ് ആണ് പറയുന്നത്. സെക്ഷൽ ഫേസ് ബൈ മൊസ്കിറ്റോ സ്പോറോഗണി സ്പോറോസോയിഡ്സ് ആയിട്ട് റിലീസ് ആവുന്നു, മനുഷ്യ ശരീരത്തിൽ എൻ്റർ ആവുന്നു. സ്കീസോഗണി സ്കീസോസോയിഡ്സ്. ഫസ്റ്റ് ബ്ലഡിൽ ഹീമോസോയിഡ്സ്. ബ്ലഡിൽ നേരെ ലിവറിൽ പോയി നോൺ ഡോമിനന്റ് സ്റ്റേജിലിരിക്കും അല്ല. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തിറങ്ങും. ദാറ്റ് ഈസ് ട്രോപ്പോസോയിഡ്സ് ആയിട്ട് പുറത്തിറങ്ങും. പുറത്തിറങ്ങിയാൽ ഇമാര് വില്ലനാവും കേട്ടോ. ഫസ്റ്റ് ചെയ്യുന്നത് ബ്ലഡിനെ എല്ലാം ലൈസിസ് ചെയ്യുന്നത് ഫാൽസിപ്പാരം അല്ല. ലിവറിന് ചുറ്റും ജോണ്ടിസ് ഉണ്ടാക്കുന്നത് ബൈവാക്സ് കേട്ടോ. ഓക്കെ. ജനറ്റിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ളവരാണ് സ്പ്ലീൻ അല്ല. ജനറ്റിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയക്കാർക്ക് ജനറ്റിക്കലി റെസിസ്റ്റന്റ്. അപ്പൊ മലേറിയ ഉണ്ടാകുമ്പോൾ ബ്ലഡ് ലൈസിസ് കൂടുന്നു അല്ലെ. ബ്ലഡിൽ RBC ലൈസിസ് ആവും അല്ലെ. ബിൽറൂബിൻ കൂടുന്നു. RBC ലൈസിസ് കൂടുന്നു എന്ന് വെച്ചാൽ സ്പ്ലീനിന്റെ വർക്ക് കൂടുന്നു അല്ലെ. അതായത് മലേറിയ പേഷ്യന്റ് ടിപ്പിക്കലി എടുത്തു പറയാൻ പറ്റുന്നത് ഏതാണ്? സ്പ്ലീനോമെഗാലിയ ആൻഡ് ഹെപ്പാറ്റോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലിവർ വരുത്ത ചുറ്റുമാണ് ഇവരുടെ ഓട്ടം കേട്ടോ.
ലിവറിന്റെ ചുറ്റുമാണ് ഇവരുടെ ഓട്ടം. പക്ഷെ ഫാൽസിപ്പാൻ ആണെങ്കിൽ ബ്രെയിൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ എഴുതാനുള്ള പോയിന്റ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ജനറ്റിക്കലി റെസിസ്റ്റന്റ് സിക്കിൾ സെൽ അനീമിയ, അനീമിയ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ സൈക്ലോ പ്രൊപ്പഗേറ്റീവ് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇൻഫെക്റ്റീവ് റിലാപ്സ് കേട്ടോ. റിലാപ്സിംഗ് ആയിട്ട് മലേറിയ ഇരിക്കുന്നത് ലിവറിലാണ്. ഹിപ്നോസോയിസ് അല്ല, ഹിപ്നോസോയിസ്. ഓക്കെ, വീണ്ടും വരാൻ കാരണം ഹിപ്നോസോയിസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓരോന്നിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഓർത്തിരുന്നാൽ നമുക്കൊന്നും കിട്ടത്തില്ല. ഓരോന്നിന്റെ ഇൻക്യുബേഷൻ പീരീഡ് പഠിക്കാൻ നിന്നാൽ ഒരുപാടുണ്ട്. അതൊന്നും വേണ്ട, വീട്ടിൽ കളഞ്ഞേക്കോ. വെറുതെ നമ്മൾ അതിന്റെ പുറകെ പോകണ്ട. ഡൈവാക്സിന് ഓക്കെ. എനിവേ ലോങ്ങസ്റ്റ് പ്ലാസ്മോഡിയത്തിനാണ് ലോങ്ങസ്റ്റ്, ഫാൽസിപ്പാരത്തിന് സ്മോളസ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. ഓക്കെ, പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞുതരാം. പഠിക്കേണ്ടത് സാധാരണ പരീക്ഷകളിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, ഇനി മലേറിയയിൽ പനി വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അല്ലെ. മലേറിയയിൽ ഏത് ടൈപ്പ് ഫീവർ ആണ്? മലേറിയയിൽ എന്ത് ഫീവർ ആണ്? മലേറിയ ഫീവർ ഏത് ടൈപ്പ് ഫീവർ ആണ്? ആ, മലേറിയയിൽ എന്ത് ഫീവർ ആണ്? മലേറിയയിൽ പാറ്റേൺ ഓഫ് ഫീവർ ഏതാണ്? മലേറിയയിൽ ഏത് പാറ്റേൺ ഓഫ് ഫീവർ ആണ്? ടെർഷ്യറിന്. ആ, സ്റ്റെപ്പ് ലാഡർ ഫീവർ അല്ലെ. ലാഡർ സ്റ്റെപ്പ് ലാഡർ ഫീവർ എന്നല്ലേ? സ്റ്റെപ്പ് ലാഡർ ഫീവർ അല്ലെ. ഇപ്പൊ പനി വരുന്നു അല്ലെ, ആദ്യം തണുത്തിരിക്കും അല്ലെ, തണുത്തിരിക്കുന്നു. ഒറ്റയടിക്ക് പനി വരുന്നു അല്ല, പനിച്ചു വരുന്നു. ആ, വിയർക്കുന്നു അല്ല, പനി കുറയുന്നു അല്ല, വീണ്ടും നോർമലായിട്ട് പോകുന്നു. നോർമലായിട്ട് തന്നെ തണുപ്പ് നല്ലോണം പോകുന്നു അല്ല. അപ്പൊ ആദ്യത്തെ ദിവസം പെട്ടെന്ന് പനി വന്നു അല്ല, തണുത്തുകൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ഹോട്ട് സ്റ്റേജിലോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് എന്ത് ചെയ്തു, അത് കുറഞ്ഞു അല്ലെ. വിയർത്തു വിയർത്തു എന്ത് ചെയ്തു, വീണ്ടും തണുത്തു അല്ല. വീണ്ടും രണ്ടാമത്തെ ദിവസം വരാം, മൂന്നാമത്തെ ദിവസം വരാം, നാലാമത്തെ ദിവസം വരാം അല്ല. ഒന്നാമത്തെ ദിവസം പനി വരാം, രണ്ടാമത്തെ ദിവസം പനി വരാം, മൂന്നാമത്തെ ദിവസം പനി വരാം, നാലാമത്തെ അല്ലെ. അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം പനി വന്നു, അടുത്ത രണ്ടാമത്തെ ദിവസം വരും, വീണ്ടും അടുത്ത രണ്ടാമത്തെ ദിവസം വരും അല്ലെ. ഗ്യാപ്പ് ഇട്ട് വരും. അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഗ്യാപ്പ് ഇട്ട് വരും. അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ അല്ല. ഇപ്പൊ 2 ദിവസം ആണെങ്കിൽ കോട്ടിഡിയൻ അല്ലെ, ഡ്യൂറേഷൻ കോട്ടിഡിയൻ അല്ലെ. മൂന്നാമത്തെ ദിവസം വരുവാണെങ്കിൽ ടേർഷേറിയൻ. നാലാമത്തെ ദിവസം പനി വരുവാണെങ്കിൽ കോട്രൻ ഫീവർ കേട്ടോ. കോട്രൻ ഫീവർ. ഓക്കെ, സ്റ്റെപ്പ് ലാഡർ ടൈപ്പ് ഫീവർ ആണ് വരുന്നത്. തണുത്തുകൊണ്ടിരിക്കുന്നു, ദിവസങ്ങളോളം തണുക്കുന്നു, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു, പനി വരുന്നു അല്ല. അതിനുശേഷം വിയർത്തുകൊണ്ട് പനി കുറയുന്നു. അപ്പൊ കോൾഡ് സ്റ്റേജ്, ഹോട്ട് സ്റ്റേജ്, സ്വെറ്റിംഗ് സ്റ്റേജ്. കോട്ടിഡിയൻ ഫീവർ മീൻസ് എവറി സെക്കൻഡ് ഡേ. ടെർഷേറിയൻ എവറി തേർഡ് ഡേ. ആൻഡ് കോട്ടേഡിയൻ എവറി ഫോർത്ത് ഡേ കേട്ടോ. കോട്ടിഡിയൻ നമ്മൾ പറയുന്നത് ഏതാണ്? ഒവേൽ ആൻഡ് വൈറസ് കേട്ടോ. ഒവേൽ ആൻഡ് വൈറസ്. ടെർഷേറിയൻ ആണ് നമ്മുടെ ഫാൽസിപ്പാൻ. ആൻഡ് കോട്ടൺ ആണ് നമ്മുടെ മലേറിയ. ഓക്കെ, എന്നിവ ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുന്ന പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ബിനൈൻ മലേറിയ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പറയുന്ന കോട്ടിഡിയൻ ഫീവറിനെയാണ് നമ്മൾ ബിനൈൻ മലേറിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദിവസം ഫീവർ വരും. കോട്ടൺ ഫീവർ, ബിനൈൻ കോട്ടൺ ഫീവർ ആണ് ഏതെന്ന് പറയുന്നത് മലേറിയ കേട്ടോ. മാലിഗ്നന്റ് മലേറിയ എന്ന് വിളിക്കുന്നതാണ് നമ്മുടെ ടെർഷേറിയൻ ഫീവർ അല്ലെങ്കിൽ മലേറിയ ഫാൽസിപ്പാൻ. ഇമ്പോർട്ടൻസ് കേട്ടോ. സ്റ്റെപ്പ് ലാഡർ ഫീവർ സീൻ ഇൻ മലേറിയ ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഫീവർ ഇൻ മലേറിയ: കോൾഡ് സ്റ്റേജ്, ഹോട്ട് സ്റ്റേജ്, സ്വെറ്റിംഗ് സ്റ്റേജ് അല്ല. ഫീവർ ഒക്കേഴ്സ് എവരി സെക്കൻഡ് ഡേ, ഫീവർ ഒക്കേഴ്സ് എവരി തേർഡ് ഡേ, ഫീവർ ഒക്കേഴ്സ് എവരി ഫോർത്ത് ഡേ. സെക്കൻഡ് ഡേ ഇസ് കോട്ടിഡിയൻ, തേർഡ് ഡേ ഇസ് ടെർഷേറിയൻ, ഫോർത്ത് ഡേ ഇസ് കോട്ടർ അല്ല, കോർട്ടർ എന്നൊക്കെ നമ്മൾ പറയാം. ഫോർത്ത് ഡേ ഇസ് കോട്ടർ. ഓക്കെ, സെക്കൻഡ് ഡേയിൽ വരുന്ന ബൈവാക്സ് ഓവൈൽ ഞാൻ പഠിപ്പിച്ചവരെ പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് അല്ലെ. ബൈവാക്സും ഓവൈൽ അല്ലെ. ബൈവാക്സ് ഓവൈൽ റെയർ, ബൈവാക്സ് മോസ്റ്റ് കോമൺ അല്ലെ. ഓക്കെ, അതായത് ഇന്ത്യക്കാര് വിദേശത്ത് നിന്ന് കല്യാണം കഴിക്കുന്നവർ അല്ലെ, റെയർ. ഓക്കെ, അപ്പം അതാണ് എന്തെന്ന് പറയുന്നത് വിവാസ് അല്ലെ, ഒവൈൽ ആൻഡ് ബൈവാക്സ്. ഓക്കെ, ടെർഷറിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടെർഷറി അല്ലെ, കംപ്ലീറ്റ്ലി അല്ലെ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മരുന്ന് അല്ലെ. മൂന്നാമത്തെ ദിവസം അല്ലെ, മൂന്നാമത് വെരി ഡേഞ്ചറസ് ആണ്, തേർഡ് അല്ലെ.
അപ്പൊ അത് പറയുന്ന പോലെ ടെർഷ്യറി വെരി ഡേഞ്ചറസ്, ഫാൽസിപാരം സെറിബ്രൽ മലേറിയ ഉണ്ടാക്കും അല്ലെ. ഓക്കെ, മാലിഗ്നന്റ് മീൻസ് എത്രയാണ്? ആ സോറി, മാലിഗ്നന്റ് ഈസ് ടെർഷ്യറി ഫാൽസിപാരം. ഓക്കെ, ഇനി കോട്ടൺ നാലാമത്തെ ദിവസം കയറി അല്ല, ദാറ്റ് ഈസ് ഏതാണ്? മലേറിയ. ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടുന്ന മലേറിയ. മലേറിയ പനി വന്നാൽ, അന്ന് പനി വന്നാൽ 4 ദിവസം കഴിഞ്ഞ് അടുത്ത പനി വരുത്തോ, പിന്നെ അടുത്ത 4 ദിവസം കഴിഞ്ഞ് അടുത്ത പനി. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഈ പോയിന്റ് ക്ലിയർ ആണോ? മലേറിയ തീർത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായോ? റിപ്പീറ്റ് പറയണോ? ആർക്കെങ്കിലും റിപ്പീറ്റ് പറയണോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ, വെരി ഗുഡ്. ആ ഓക്കെ, വെരി ഗുഡ്. നോട്ടൊക്കെ എഴുതി, വെരി ഗുഡ് കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്ന പെരിഫറൽ ബ്ലഡ് സ്മിയർ ആണ് എടുക്കുന്ന, ലീഷ്മാൻ സ്റ്റെയിൻ ആണ് ഉപയോഗിക്കുന്ന. ലീഷ്മാൻ സ്റ്റെയിൻ നോക്കുമ്പോൾ ബനാന റിംഗ് അപ്പിയറൻസ് കേട്ടോ, പഠിക്കണം. പോയിട്ട് പരീക്ഷ പോയിട്ട്. ലീഷ്മാൻ സ്റ്റെയിൻ ഇൻ മലേറിയ, ബനാന അല്ല ബനാന ഷേപ്ഡ് അല്ല, അല്ലെങ്കിൽ ബനാന റിംഗ്, ബനാന ഷേപ്ഡ് അപ്പിയറൻസ്. ഓക്കെ, പെരിഫറൽ ബ്ലഡ് സ്മിയർ ആണ്. തിൻ ഫിലിമും തിക്ക് ഫിലിമും നമ്മൾ എടുക്കാം. ഓക്കെ, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ബഫി കോട്ട് ടെസ്റ്റ് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലൂറസെന്റ് സ്ലൈഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ബഫി കോട്ട് ടെസ്റ്റ്. പി എച്ച് സിയിൽ ഇപ്പം ഇമ്മീഡിയറ്റ് മലേറിയ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്, റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പി എച്ച് സിയിലൊക്കെ വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും. കൺഫർമേഷൻ ഒക്കെ സീറോളജി ടെസ്റ്റ് ഒക്കെ ഉണ്ട്, ഫ്ലൂറസെന്റ് ടെസ്റ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരേ ഒരു പോയിന്റേ ഉള്ളൂ, ലീഷ്മാൻ സ്റ്റെയിൻ ആൻഡ് ബനാന റിംഗ് കേട്ടോ. ബനാന റിംഗ് അല്ലെ, ബനാന ഷേപ്ഡ് ഗാമീറ്റോസൈറ്റിന്റെ സ്റ്റെയിൻ. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ബഫി കോട്ട് ടെസ്റ്റ്, റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെ, റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ പി എസ് സി അല്ലെ. ഒരു 15 മിനിറ്റ് കൊണ്ട് റിസൾട്ട് വരും. 15 മിനിറ്റ് മറക്കരുത് പരീക്ഷ കേട്ടോ. 15 മിനിറ്റ്സ് കൊണ്ട് റിസൾട്ട് കിട്ടും ടെസ്റ്റ് ആണ് മലയാളി. പണ്ടൊക്കെ കുറെ ടൈം എടുക്കുമായിരുന്നു അല്ലെ. ആരാ ഫീവർ ഒക്കെ വരുന്ന സമയത്ത് ബ്ലഡ് എടുത്ത് ലാബിൽ വിട്ട് സ്റ്റെയിൻ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ഇപ്പം റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വെച്ച് 15 മിനിറ്റ് കൊണ്ട് മലേറിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മലേറിയക്ക് വേണ്ടി മോഡിഫൈഡ് ഓപ്പറേഷൻ പ്ലാൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ഉണ്ട് കേട്ടോ. മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ആനുവൽ പാരസൈറ്റ് ഇൻഡെക്സ് നോക്കാറുണ്ട്, ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ നോക്കാറുണ്ട്, സ്ലൈഡ് പോസിറ്റിവിറ്റി റേറ്റ് നോക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിക്കോണം, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആനുവൽ പാരസൈറ്റ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ എൻഡമിക് ഏരിയ തിരിക്കുക കേട്ടോ. എൻഡമിക് ഏരിയ മലേറിയ കൂടുതലുള്ള സ്ഥലം എന്ന് പറയും തിരിക്കുന്നത് ആനുവൽ പാരസൈറ്റ് ഇൻഡെക്സ്. അല്ലെങ്കിൽ ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റിപ്പോർട്ട് വെച്ചിട്ടാണ് അല്ലെ, ആ ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റിപ്പോർട്ട് വെച്ചാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് മലേറിയ ഹെൽത്ത് അല്ലെ, മലേറിയക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി നോക്കുന്നത്, അവർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ABR, ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ ടെസ്റ്റ്. പിന്നെ സ്ലൈഡ് പോസിറ്റിവിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കേസ് അല്ലെ, അതായത് നമ്മൾ ഈ പറയുന്ന ഇൻസിഡൻസും അല്ലെ, നമ്മളെ എന്താണ് പ്രിവലൻസ് അങ്ങനെയുള്ള കാര്യം, എത്ര കേസുകൾ വരുന്നു, സൈഡ് പോസിറ്റിവിറ്റി. ഓക്കെ, ഇത്രയുമാണ് ഇൻഡിക്കേറ്റ് ദ പോസിറ്റിവിറ്റി ഓഫ് കേസസ്. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങൾ എഴുതണം. മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ വർഷം ഗ്രീൻ മാർക്ക് വെച്ച് എഴുതിക്കോ കേട്ടോ, ഗ്രീൻ വെച്ച് മാർക്ക് എഴുതിക്കോ. ഇതെല്ലാം ബ്ലൂ മതി. ആനുവൽ പാരസൈറ്റ് ഇൻഡെക്സ് ഒക്കെ എന്താണെന്നൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇറ്റ് ഈസ് ടു ക്ലാസിഫൈ ഫോർ ദ എൻഡമിക് ബ്ലഡ് എക്സ്. ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ വെച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ എഫിഷ്യൻസി ഓഫ് മലേറിയ. സ്ലൈഡ് പോസിറ്റിവിറ്റി അനുസരിച്ചാണ് നമ്മൾ ന്യൂ കേസസുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ല, പോസിറ്റിവിറ്റി റേറ്റ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഇൻസിഡൻസ് പ്രിവലൻസ് റേഷ്യോ ഒക്കെ നോക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്ലൈഡ് പോസിറ്റിവിറ്റി റേറ്റ്, അതായത് കേസ് കൺഫർമേഷൻ. അത്രേ ഉള്ളൂ കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഇവിടെ പറയാനൊന്നുമില്ല, പോയിന്റ് ഒന്നും പറയാൻ കേട്ടോ. നമ്മൾ 3 ഡ്രഗ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്ലോറോക്കിൻ, പ്രിമിക്കിൻ, ആർട്ടിസ്റ്റിൻ. ഇതിൽ പ്രിമിക്കിൻ പ്രഗ്നൻസിയിൽ കൊടുക്കാമോ കൊടുക്കില്ലയോ? പ്രിമിക്കിൻ പ്രഗ്നൻസിയിൽ കൊടുത്തുകൂടാ കേട്ടോ. പ്രിമിക്കിൻ ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി കേട്ടോ. ക്ലോറോക്കിൻ ആണ് പ്രഗ്നൻസിയിൽ കൊടുക്കുന്ന, ബാക്കി എല്ലാ അഡൽറ്റിനും പ്രിമിക്കിൻ ക്ലോറോക്കിൻ ഒക്കെ ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ക്ലോറോക്കിൻ ഡോസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് അതൊന്നും വേണ്ട, ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാം കേട്ടോ. നമ്മുടെ സെറിബ്രൽ മലേറിയക്കാണ് നമ്മൾ കമ്പൈൻഡ് തെറാപ്പി കേട്ടോ, ആർട്ടീസിനേറ്റ് കോമ്പിനേഷൻ കേട്ടോ. അതായത് നമ്മുടെ
ഈ പറയുന്ന ഡ്രഗിന്റെ കൂടെ സൾഫഡാം അല്ല സൾഫാഡെക്സാമിൻ അല്ലെങ്കിൽ പ്രിമിക്വൻ സൾഫാഡെക്സാമിൻ പ്ലസ് ആർട്ടിസിനേറ്റ് കോമ്പിനേഷൻ തെറാപ്പി മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി സോഡിയം ബൈകാർബണേറ്റ് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ D5 അല്ലെങ്കിൽ NS മൂന്ന് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പൊ സോഡ ബൈകാർബണേറ്റ് എമർജൻസിയിൽ നമ്മൾ യൂസ് ചെയ്യും സോഡ ബൈകാർബണേറ്റ് യൂസ് ചെയ്യും മലേറിയ ഫാൽസിപാരത്തിന്റെ ട്രീറ്റ്മെന്റിന് ആർട്ടിസിനേറ്റ് തെറാപ്പിയുടെ കൂടെ ഡൈലുവന്റ് ആയിട്ട് നമുക്ക് സോഡ ബൈകാർബണേറ്റ് യൂസ് ചെയ്യും കേട്ടോ ഇത്രയുള്ള ആർട്ടിസിനേറ്റ് കോമ്പിനേഷൻ തെറാപ്പി ഫോർ ദ മലേറിയ ഫാൽസിപാരം ഓക്കെ അപ്പൊ മലേറിയ ഫാൽസിപാരത്തിനാണെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ പ്രിമിക്വിൻ ആഡ് ചെയ്യും പ്ലസ് എന്ന് പറയുന്നത് സൾഫാ ഡ്രഗ്സും കൂടെ ആഡ് ചെയ്യും പ്ലസ് എന്ത് ചെയ്യും സോഡ ബൈകാർബണേറ്റ് D5NS വെച്ച് ഡൈലൂട്ട് ചെയ്യും കേട്ടോ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ മലേറിയ ആണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഈസ് ക്ലോറോക്വിൻ കേട്ടോ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ മലേറിയ ഇൻ പ്രഗ്നൻസി ക്ലോറോക്വിൻ ദ ഡ്രഗ് വിച്ച് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി ദ മലേറിയൽ ഡ്രഗ്സ് വിച്ച് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പ്രിമിക്വിൻ വേണമായിരുന്നു കേട്ടോ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ എന്താണ് സെറിബ്രൽ മലേറിയ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ഈസ് ആർട്ടിസിനേറ്റ് കോമ്പിനേഷൻ തെറാപ്പി ഓക്കെ സ്ലൈഡിലായിട്ട് ഗ്രീനില് ഈ മിക്സിംഗ് ഒക്കെ എഴുതി വെച്ചോക്കണം ഓക്കെ ക്ലിയർ ആണോ എഴുതിയല്ലോ എഴുതിയോ 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 ക്ലിയർ ആണോ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ മലേറിയ കൺട്രോൾ ചെയ്യണമെങ്കിൽ കൊതുകിനെ നശിപ്പിക്കണം അല്ല കൊതുകിനെ രണ്ട് രീതിയിലാണ് നശിപ്പിക്കുന്നത് കൊതുക് മുട്ടയിടുന്ന എവിടെയാണ് വെള്ളത്തിൽ അല്ലെ അപ്പൊ വെള്ളത്തിൽ അല്ലെ കുളങ്ങള് പായൽ പിടിച്ചിരിക്കുന്ന കുളങ്ങളൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് കൊതുക് വളരുന്ന സ്ഥലങ്ങൾ അല്ലെ അപ്പൊ മുട്ടയിടാൻ സാധ്യതയുള്ള സ്ഥലം ആന്റി ലാർവയെ നമ്മൾ ഓടിക്കണം അല്ലെ ഇനി കൊതുക് വന്ന് ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഭിത്തിയുടെ ഓളുകൾ അല്ലെ കട്ടിലിന്റെ അടിയിൽ അല്ലെ അവിടെയൊക്കെ എന്ത് ചെയ്യും ഇത് വന്ന് ഒളിച്ചിരിക്കും കൊതുക് പകൽ സമയത്ത് നമ്മൾ കൊതുകിനെ കാണാറില്ല അല്ലെ കൊതുക് എവിടേക്കോ പോയി ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ മരങ്ങളുടെ ഇടയിൽ അല്ലെ അവിടെയൊക്കെ പോയി അപ്പൊ നമ്മൾ രണ്ട് രീതിയാണ് ചെയ്യുന്നത് അല്ലെ ഒന്നെന്ന് പറയുന്നത് അതിന്റെ മുട്ട നശിപ്പിക്കുക ആന്റി ലാർവ മുട്ട ഇരിക്കുന്ന എവിടെയാണ് വെള്ളത്തിൽ കേട്ടോ അപ്പൊ വെള്ളത്തിലാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത് ആന്റി ലാർവൽ മെഷേഴ്സ് അല്ലെ ആന്റി ലാർവൽ മെഷേഴ്സിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെള്ളത്തിൽ പാരീസ് ഗ്രീൻ കെമിക്കൽ അല്ലെ പാരീസ് ഗ്രീൻ കെമിക്കൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ പൈറേത്രിയം കേട്ടോ പൈറേത്രിയം എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട് പാരീസ് ഗ്രീൻ അല്ലെങ്കിൽ പൈറേത്രിയം എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട് ഇനി കെമിക്കൽ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം ഗപ്പി മീൻ കേട്ടോ ഗപ്പി മീനെ വളർത്തി കൊടുക്കണം കേട്ടോ ഗംബോസിയ ഫിഷ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഗപ്പി മീനെ എന്ത് ചെയ്യുക വളർത്തി കൊടുക്കുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കൊതുക് മുട്ടയിടുന്നത് തടയാം ഓക്കെ എന്തൊക്കെയാണ് പാരീസിൽ നിന്ന് കൊണ്ടുവരുന്ന ഗ്രീൻ കെമിക്കല് പൈറാത്രിയം എക്സ്ട്രാക്ട് പ്ലസ് മൂന്നാമത്തെ സംഭവം അല്ലെ എന്ന് പറയുന്നത് മീനെ വളർത്തുക അല്ലെ ഗപ്പി ഓക്കെ ആന്റി അഡക്റ്റീവ് മെഷേഴ്സിന് വേണ്ടി നമുക്ക് DDT സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ DDTയുടെ ഫുൾ ഫോമും പരീക്ഷ ക്വസ്റ്റ്യൻ ആണ് ബെൻഹെക്സൈൻ ക്ലോറൈഡ് കേട്ടോ ബെൻഹെക്സൈൻ ക്ലോറൈഡ് അതുപോലെ DDT ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ എന്നൊക്കെ പറഞ്ഞ് DDT മെലാത്തിയോൺ കേട്ടോ മെലാത്തിയോൺ ഒക്കെ എന്ത് ചെയ്യുക സ്പ്രേ ചെയ്യുക കേട്ടോ ഒരു 6 ഫീറ്റ് അല്ല ഹൈറ്റിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വർഷത്തിൽ 2 തവണ കേട്ടോ വർഷത്തിൽ 2 തവണ എന്ത് ചെയ്യുക DDT സ്പ്രേ കേട്ടോ അല്ലെ ഒരു വീടിന്റെ അല്ലെ ഔട്ട്സൈഡ് അല്ലെ കുട്ടി അടിക്കുന്നൊക്കെ നമ്മൾ പറയത്തില്ല അല്ലെ കുട്ടിയല്ലല്ലോ എന്താണ് പറയുന്നത് എന്തോ വൈറ്റ് വാഷ് അടിക്കുന്നൊക്കെ പറയില്ല അത് തന്നെ സംഭവം കേട്ടോ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അത് വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യണമെന്നാണ് പറയുന്നത് ഓക്കെ എനിവേ DDT ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ BHC കേട്ടോ ബെൻസാഹെക്സൈഡ് ക്ലോറൈൻ അല്ലെങ്കിൽ മലാത്തിയോൺ സ്പ്രേ അതൊക്കെ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം കേട്ടോ അത്രയാണ് ഓർക്കുന്നത് ഇപ്പൊ ആന്റി ലാർവൽ മെഷേഴ്സ് ആന്റി അഡക്റ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ആന്റി ലാർവെ ഓട്ടിക്കാൻ ഗ്രീനീസ് പാരീസ് ഗ്രീൻ കെമിക്കൽ പൈറാത്രിയം എക്സ്ട്രാക്ട് പ്ലസ് ഗംബോസിയ ഫിഷ് അല്ലെ ഇനി കൊതുകിനെ ഓട്ടിക്കാൻ DDT മലാത്തിയോൺ സ്പ്രേ ബെൻസാഹെക്സൈൻ ക്ലോറൈൻ കേട്ടോ അതിൽ ബെൻസാഹെക്സൈൻ ആണ് ഗ്ലൗസ് ഇട്ട് ചെയ്യേണ്ടത് കോണ്ടാക്ട് പോയിസണിങ് ആയിട്ട് വരും ഓക്കെ ക്ലിയർ ആണോ ഓക്കെ അപ്പൊ മലേറിയ കഴിഞ്ഞു കേട്ടോ മലേറിയ കഴിഞ്ഞു ഇപ്പൊ ഇന്ന് നമ്മൾ TB തീർത്തു മലേറിയ തീർത്തു കേട്ടോ നാളെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് കേട്ടോ നാളെ നമുക്ക് മഞ്ഞപ്പിത്തം ഓക്കെ ഓക്കെ നാളത്തെ ക്ലാസ്സിൽ മഞ്ഞപ്പിത്തമാണ് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പം നാളെ നോട്ട് വായിപ്പിക്കും കേട്ടോ ഓക്കെ നാളെ നോട്ട് ക്ലിയർ ആക്കിക്കൊണ്ട് വേണം ക്ലാസ്സിന് വരാൻ
കേട്ടോ. എന്ന് പറഞ്ഞ നോട്ട് വായിപ്പിക്കുക എന്ന് പറഞ്ഞ് കറക്റ്റ് 8 മണിക്ക് ക്ലാസ്സിൽ കയറാതെ ഇരിക്കരുത് കേട്ടോ. ഓക്കെ. ക്ലാസ്സിൽ കയറുന്നവർക്ക് നിങ്ങൾ എഴുതിയ നോട്ട് മറ്റുള്ളവർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് മനസ്സിലാവും. ഓക്കെ. ദയവ് ചെയ്ത് നാളെ നോട്ട് റെഡി കാണും കേട്ടോ. ഓക്കെ. ആരാണ് നല്ലോണം നോട്ട് എഴുതിക്കൊണ്ട് വരണം കേട്ടോ. നോട്ട് എഴുതിയാലേ നമ്മൾ കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ. ഓക്കെ. TBIFP റോഡ് ആസിഡ് ഫാസ്റ്റിൽ മൈക്കോളിക്ക് എഴുതാനുണ്ട്. ഫോക്സ് ഫിനോമിന ബൈ റോബർട്ട് കോച്ച് വേണമെങ്കിൽ എഴുതാം. പാരാമീറ്റർ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ സ്റ്റിഗ്മ അറിഞ്ഞുകൂടാത്തവർക്ക് എഴുതും. 2 ടൈപ്സ് പൾമണറി ട്യൂബർക്ലോസിസ് ആൻഡ് അതൊന്നും വേണ്ട. പോസിറ്റീവ് ഐസൊലേഷൻ അത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ ഒരേ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. 24 മാർച്ച് നിക്ഷയ ഡേയും പിന്നെ TB സ്പോർട്സ് ഡിസീസ് സ്പോർട്സ് അറിയേണ്ട കാര്യം. ഓക്കെ. ലേറ്റന്റ് TB എന്താണെന്നുള്ള ഡെഫിനിഷൻ അറിയുമ്പോൾ ഡിസീസ് ഇനിഷ്യേഷൻ ടു ഡിസീസ് നോൺ ഡോമിനന്റ് സ്റ്റേജിൽ. ഓക്കെ. പ്രൈമറി TBയിൽ സ്പ്യൂട്ടത്തിൽ ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ. ലങ്സിലുണ്ട്. ആക്റ്റീവ് TBയിൽ ലങ്സ് പ്ലസ് സ്പ്യൂട്ടം ആൻഡ് സെക്രീഷൻസ്. എക്സ്ട്രാ പൾമിനറി അതർ ദാൻ ലങ്. ഓക്കെ. നെക്സ്റ്റ് പതോഫിസിയോളജിയിൽ ബോൺ ടു മാൻഡസ് ടെസ്റ്റ് വാൻബർക്കിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ് അങ്ങനത്തെ. പിന്നെ അതിന്റെ ഇൻഡ്യൂറേഷൻസ് പോസിറ്റീവ് കേസസ് മോർ ദാൻ പോസിറ്റീവ് 5 പോസിറ്റീവ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ജസ്റ്റ് എക്സ്ക്യൂട്ടർ മൈക്രോസ്കോപ്പി ഓയിൽ എമർഷൻ പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ CB നാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് 5 എണ്ണം. അതിൽ സ്ട്രെപ്റ്റോമൈസിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. കളർ ബ്ലൈൻഡ്നെസ് പെരിഫറൽ ന്യൂറൈറ്റിസ് സ്കൗട്ട് റെഡ് ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ളത്. ഓക്കെ. ഇന്റൻസീവ് ഫേസ് കണ്ടിന്യൂഷൻ ഫേസ് കാറ്റഗറി 1 ആൻഡ് കാറ്റഗറി 2. കാറ്റഗറി 1ന്റെ കളർ റെഡ്, കാറ്റഗറി 2ന്റെ ബ്ലൂ. ഇന്റൻസീവ് ഫേസും കണ്ടിന്യൂഷൻ ഫേസും തമ്മിലുള്ള വ്യത്യാസം ഇന്റൻസീവ് ഫേസിൽ 6 മാസം, കണ്ടിന്യൂഷൻ ഫേസിൽ എത്ര നാള് കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻസ്. കാറ്റഗറി 1, 2, 3 മൾട്ടി ഡ്രഗ്സ് PDR വ്യത്യാസം, MDR TB XDRന്റെ തമ്മിലുള്ള വ്യത്യാസം. ഒരു ഡ്രഗ്സ് 2 ഡ്രഗ്സ് റിഫാംബിസിൻ ഇല്ലാത്ത ഡ്രഗ്സ് എല്ലാ ഡ്രഗ്സും അടിച്ചു പോകുന്നത് ആശാ വർക്കേഴ്സ് പിന്നെ ഇങ്ങനെയുള്ള KLEP. .99 ബെനാക്വിഡിൻ. കാറ്റഗറി 1, 2 ആരൊക്കെ? പ്രോട്ടോസോവ ബയോളജിക്കൽ വെക്ടർ സൈക്ലോപ്രൊപ്പഗേറ്റീവ് വെക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ക്യൂൽസിഫസും സ്റ്റെഫിഡിയസ് രണ്ടും അനഫിലോസ് ഫീമെയിൽ മോസ്കിറ്റോ അല്ല. ഒന്ന് കാലിത്തൊഴുത്ത് അല്ല, എവിടെയാണ്? റൂറൽ അല്ല. റൂറൽ ക്യൂൽസിഫസ് ആൻഡ് സ്റ്റെഫിഡസിയോണ്ട അല്ല. അങ്ങനെ രീതിയിൽ അതൊക്കെ ഓർത്തിരിക്കാം. പിന്നെ വൈവാക്സ് പൾസ്പെർ ഓവയിൽ മലേറിയയിൽ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന മലേറിയ ഇന്ത്യയിലെ മോസ്റ്റ് കോമൺ ചോദിച്ചാൽ വൈവാക്സ്, ഒവയിൽ ചോദിച്ചാൽ വളരെ റെയർ. കാൽസിപാരം ഇസ് മോസ്റ്റ് ഡേഞ്ചറസ്. മലേറിയ വെക്ടറിലോട്ടൊക്കെ കടന്നു കഴിഞ്ഞാൽ മൊസ്കിറ്റോ ഇസ് ദ മെയിൻ പേഴ്സൺ അല്ലെ. പ്രൈമറി സെക്ഷൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് അങ്ങനെയൊക്കെ അല്ലെ. സ്പോറോകൾ ആയിട്ട് മനുഷ്യൻ സെക്കൻഡറി അല്ല, ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഓക്കെ. അസെക്ഷൽ സൈക്കിൾ അങ്ങനെയുള്ള പോയിന്റ് ഒക്കെ ഇമ്പോർട്ടൻസ്. അല്ലെ സ്പോറോസോയിഡ്സ് ആയിട്ട് റിലീസായി മനുഷ്യ ശരീരത്തിൽ സ്പോറോസോയിഡ്സ് ആയിട്ട് എൻ്റർ ആയിട്ട് നേരെ കീമോസോയിഡ്സ് ആയിട്ട് ബ്ലഡിൽ പോയിട്ട് എവിടെ ഒളിച്ചിരിക്കും? ലിവറിൽ ഹിപ്നോസോയിഡ്സ് ആയിട്ട് ഓടിച്ചിരുന്ന് തിരിച്ചത് ബ്ലഡിൽ തന്നെ തിരിച്ചിറങ്ങും. ആരായിട്ട്? ട്രോഫോസോയിഡ്സ് ആയിട്ട് ഇറങ്ങും. അതില് വൈവാക്സ് ഒബേലാണെങ്കിൽ അതിന്റെ ചുറ്റും മഞ്ഞപ്പിത്തം ഉണ്ടാക്കി വെക്കും. ലിവറിന് ചുറ്റും ജോണ്ടിസ് ഉണ്ടാകും അല്ലെ. മറ്റുള്ളവർ യെല്ലോ ഫീവർ ഉണ്ടാകും അല്ലെ. ഇനി നേരെ കാൽസിബാരാണെങ്കിൽ RBC മൊത്തം അടിച്ചു കളയും, പിൻകൂടി അല്ലെ. സെറിബൽ മലേറിയ ഉണ്ടാകും അല്ലെ. ബ്ലാക്ക് വാട്ടർ ഫീവർ കേട്ടോ. പിന്നെ ജനറ്റിക്കലി ഇതിനെ അല്ലെ അരിഞ്ഞു കളയുന്നതാണ് അതെന്ന് പറയുന്നത് സിക്കിൾ സെൽ. വിവാക്സിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഒക്കെ നോക്കിക്കോണം. കോൾഡ് പനി വരുന്നു, തണുത്ത് അല്ലെ വരുന്നു, പെട്ടെന്ന് പനി കൂടുന്നു, പെട്ടെന്ന് അല്ലെ സെറ്റിംഗ് ആയിട്ട് പനി എന്ത് ചെയ്യുന്നു? തീരുന്നു. സെക്കൻഡ് ഡേയിലുള്ള പനിയുണ്ട്, തേർഡ് ഡേയിലുള്ള പനിയുണ്ട്, ഫോർത്ത് ഡേയിലുള്ള പനിയുണ്ട് അല്ലെ. പനിക്ക് നമ്മൾ സ്റ്റെപ്പ് ലാഡർ ഫീവർ എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഡേ ആണെങ്കിൽ കോട്ടീരിയൻ, തേർഡ് ഡേ ആണെങ്കിൽ ടെർഷേറിയൻ, ഫോർത്ത് ഡേ ആണെങ്കിൽ കോട്രൻ ഫീവർ അല്ലെ. സെക്കൻഡ് ഡേയിൽ വരുന്ന വൈവാക്സ് ഓവേ, തേർഡ് ഡേയിൽ വരുന്ന കാൽസിപ്പാർ, ഫോർത്ത് ഡേ ആണെങ്കിൽ ഇന്ത്യയിൽ മാത്രമുള്ള മലേറിയ. ബിനൈൻ മലേറിയ എന്ന് വിളിക്കും വൈവാക്സ് അല്ല. ബിനൈൻ കോട്രൻ എന്ന് പറയുന്നത് മലേറിയ. പിന്നെ മാലിഗ്നന്റ് മലേറിയ എന്ന് വിളിക്കുന്ന ആരാണ്? ഫാൽസിപ്പാർ, ഡേഞ്ചറസ് മലേറിയ. ഓക്കെ. പെരിഫറൽ സ്മിയറിൽ ലീഷ്മാൻ സ്റ്റെയിനിൽ ബെനാറിൻ. പിന്നെ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ PSC ഫോർ 15 മിനിറ്റ്സ് അല്ലെ. പിന്നെ മോഡിഫൈഡ് ഓപ്പറേഷനിൽ ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഓപ്പറേഷൻ എഫിഷ്യൻസി. അതുപോലെ എൻഡമിക് ഏരിയ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ആനുവൽ പാരസൈറ്റിക് ഇൻഡെക്സ് വേണം.
പിന്നെ സ്ലൈഡ് പോസിറ്റിവിറ്റി അല്ലെ, അത് ഇൻസിഡൻസ് ഓഫ് എ കേസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ലൈഡ് പോസിറ്റിവിറ്റി റേറ്റ് യൂസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് 3 ഡ്രഗ്സ്, ക്ലോറാക്കിൻ, പ്രിമിക്കിൻ ആൻഡ് ആർട്ടിസിനെ കോമ്പിനേഷൻ ഡ്രഗ്. ക്ലോറോക്കിൻ ഒന്നുമില്ല, എല്ലാവർക്കും ഉപയോഗിക്കാം, ഇൻക്ലൂഡിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ പ്രിമിക്കിനിസ് കോൺട്രാക്ട്, ചിൽഡ്രൻ കോൺട്രാക്ട്. ഓക്കെ, നമ്മുടെ സ്ട്രെപ്റ്റോമൈസിൻ പോലെ. ആർട്ടിസിനേറ്റ് ഡ്രഗ്സ് കോമ്പിനേഷൻ തെറാപ്പിയിൽ സൾഫ ഡ്രഗ്സിന്റെ കൂടെ പ്രിമിക്കിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷെ ഡൈലൂട്ട് ചെയ്യണമെങ്കിൽ ആര് വേണം? സോഡ ബൈകാർബണേറ്റ്, NS ഓർ ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡൈലൂട്ട് ചെയ്യുന്നത് അല്ല. കൺട്രോൾ ഓഫ് മലേറിയ, മലേറിയയുടെ കുഞ്ഞുങ്ങളെയും ഓട്ടിക്കണം അല്ല, അതിന്റെ ലാർവയെ നശിപ്പിക്കണം. അതുപോലെ തന്നെ എന്ത് വേണം? മലേറിയയുടെ കൊതുക് അല്ലെ, കൊതുകുകളെ അല്ല, അപ്പം കൊതുകുകൾ ഒളിച്ചട്ടിരിക്കണം. അപ്പൊ DDT സ്പ്രേ ചെയ്യുക, മലാത്തിയം സ്പ്രേ ചെയ്യുക അല്ല, ബെൻസാഹിക്സൈൽ ക്ലോറിൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? സ്പ്രേയിങ് നടത്തുക അല്ലെ, വർഷത്തിൽ 2 തവണ 6 to 12. ഓക്കെ, ആന്റി ലാർവ ആണെങ്കിൽ അല്ലെ വാട്ടർ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പാരിസ് ഗ്രീൻ കെമിക്കൽ, പൈറാത്രിയം എക്സ്ട്രേറ്റ് ആൻഡ് ഗംബോസിയ ഫിഷ്. ക്ലിയർ ആണല്ലോ? പഠിക്കാമല്ലോ? അപ്പൊ മലേറിയ കഴിഞ്ഞു കേട്ടോ. ബാക്കി കേസുകൾ നാളെ, ബാക്കി ക്ലാസുകൾ നാളെ. ഓക്കെ ഓക്കെ, കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ നാളെ ക്ലാസ് എത്തുക കേട്ടോ. നാളെ ബാക്കി പഠിച്ചുകൊണ്ട് വരും.